إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ ഇവിടെ നടന്ന ക്ലാസുകളും ഇനി നടക്കാനിരിക്കുന്നതും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അതെല്ലാം നമ്മുടെ ആഖിറത്തിൽ, പാരത്രിക ജീവിതത്തിൽ വലിയ ഫലം ചെയ്യുന്ന അമലായി അല്ലാഹു ആക്കിത്തരുമാറാവട്ടെ. അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട, എന്ന ആയത്തുമായി ബന്ധപ്പെട്ട ക്ലാസ് അതിന്റെ അവസാന ദിവസം എന്നാണ് കരുതുന്നത്. അതുമായി ഉണ്ടായേക്കാവുന്ന സംശയങ്ങൾ ഓരോന്നോരോന്നായി ഓരോരോ വിഷയങ്ങളായി സംസാരിച്ചതുകൊണ്ട് വിശദമായി ഓരോന്നുമായി ബന്ധപ്പെട്ടും വിശദമായി തന്നെ ഓരോ ദിവസങ്ങളിൽ ക്ലാസ് എടുത്തതുകൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും അനാവശ്യമായ പഠിച്ചു വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ നിരർത്ഥകമാണ് എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. നാം പറഞ്ഞു വന്നതിന്റെ ആകത്തുക, ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ആ ഇയ്യാക എന്ന് പറഞ്ഞതിന് പ്രത്യേകമായ ഒരു അർത്ഥമുണ്ട്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പ് പറഞ്ഞ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്ന ആ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട്, അതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നു? വണങ്ങുന്നു. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് സഹായം, ഗുണം തേടുകയും ചെയ്യുന്നു എന്ന്. അത് മുഴുവനും നിനക്കാണ്, അത് മറ്റൊരാൾക്കും ഞാൻ വകവെച്ചു കൊടുക്കുകയില്ല എന്ന്. ആ നിലക്കാണ് ഇബാദത്ത് വരുന്നതെന്നും ഇതിൽ ഏതെങ്കിലും ഒന്ന് മറ്റൊരാൾക്ക് വകവെച്ചു കൊടുത്താൽ അത് തൗഹീദിന് എതിരാകും എന്നും നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ സകല ഖുവ്വത്തും സകല കഴിവും സകല അധികാരവും അള്ളാഹുവിനാണ്. തുടക്കം തന്നെ അതാണ്. അൽഹംദുലില്ലയുടെ അർത്ഥം അതാണ്. എല്ലാ ഖുവ്വത്തും എല്ലാ കഴിവും എല്ലാ അധികാരവും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ, എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ വസ്തുക്കളുടെ കഴിവുകളുടെയും എല്ലാറ്റിനെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ബാക്കി ലോകം മുഴുവനും, ആലമീൻ ആകുന്ന ലോകം മുഴുവനും അള്ളാഹുവിന്റെ മർബൂബിയത്തിന്റെ കീഴിലാണ്. അള്ളാഹു റബ്ബാണ്, ഇവരെല്ലാം മർബൂബീങ്ങളാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ്. അത് അള്ളാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളും അതിൽപ്പെട്ടു. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. അതിൽ ഈ റബ്ബിന്റെ പരിധിയിൽ വരുന്ന ഏതെങ്കിലും ഒരു വിഷയം അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് പൂർണ്ണ അർത്ഥത്തിൽ വകവെച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് വകവെച്ചു കൊടുത്താൽ ഈ തൗഹീദിനെതിരായി പോയി. റബ്ബുൽ ആലമീന്റെ പരിധിയിൽ എന്തെല്ലാം വരുന്നുവോ അത് മുഴുവനും അള്ളാഹുവിനാകുന്നു, അത് മുഴുവനും നിനക്കാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് വണങ്ങുന്നു എന്നാണ്. അപ്പോ അതിൽ ഏതെങ്കിലും ഒന്ന്, ആ ഏതെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞത് എന്താ? എന്ത് തന്നെ ആയാലും ശിഫയാക്കുന്നവൻ അള്ളാഹുവാണ്. പരമമായ അർത്ഥത്തിൽ ശിഫയാക്കുന്നവൻ അള്ളാഹുവാണ്. പരമമായ അർത്ഥത്തിൽ ഗുണം ചെയ്യുന്നവൻ അള്ളാഹുവാണ്. പരമമായ അർത്ഥത്തിൽ സഹായിക്കുന്നവൻ അള്ളാഹുവാണ്. പരമമായ അർത്ഥത്തിൽ ഉപദ്രവിക്കുന്ന ലുറു തരുന്നവനും അള്ളാഹുവാണ്. പരമമായ അർത്ഥത്തിൽ ജീവിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്, മരിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. ഇങ്ങനെ എല്ലാ വിഷയത്തിലും പൂർണ്ണമായ ആ ഉടമസ്ഥാവകാശത്തോടു കൂടെയുള്ള അധികാരം അള്ളാഹുവിനാണ്.
അല്ലാത്തത് ബാക്കിയുള്ളവരെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അള്ളാഹു നൽകുന്ന കഴിവുകൾ ആ നിലക്ക് മാത്രമേ ഉള്ളൂ. അവരുമായി നാം ഏത് വിഷയത്തിനെ മറ്റുള്ളതുമായി ബന്ധപ്പെടുമ്പോഴും അത് വെറും സബബുകൾ ആണ് എന്ന രൂപത്തിലേ ആകാവൂ. അള്ളാഹു ആണ് അതിന്റെ എല്ലാം മുസബ്ബിബ്, അതിനെയെല്ലാം ഫലം നൽകുന്നവൻ, അതിന്റെ എല്ലാം യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹു ആവുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ അത് തൗഹീദിനെതിരായി ശിർക്കായിപ്പോയി. മുഴുവനും അള്ളാഹുവിനായിരിക്കണം. ആ അള്ളാഹുവിന്റെ റബ്ബുൽ ആലമീനിന്റെ പരിധിയിൽപ്പെട്ടതാകുന്നു. അള്ളാഹുവാണ് യഥാർത്ഥത്തിലുള്ള വിധികർത്താവ്, യഥാർത്ഥത്തിലുള്ള ഹാക്കിം. ഒരു കാര്യം തീരുമാനിക്കാനുള്ള അധികാരം അത് അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഒരു കാര്യത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ തീരുമാനിക്കാനുള്ള സ്വതന്ത്രമായ അധികാരം ഉണ്ട് എന്നൊരാൾ വിശ്വസിച്ചു പോയാൽ അതോടുകൂടെ ശിർക്ക് വന്നുപോയി. പിന്നെ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ശിർക്കായിപ്പോയി. അപ്പോൾ റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ പൊരുളിനെതിരായി അതാണ് ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാത്തവരെ ആ ക്രിസ്ത്യാനികൾ, ജൂത ക്രിസ്ത്യാനികൾ അവരുടെ പുരോഹിതന്മാരെ അവർ റബ്ബുകളാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. പുരോഹിതന്മാരെ റബ്ബുകളാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പുരോഹിതന്മാരെ റബ്ബാക്കിയിട്ടുണ്ടോ എന്ന് സഹാബത്ത് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, പുരോഹിതന്മാരെ റബ്ബാക്കി എന്നത് പറഞ്ഞതുകൊണ്ട് എന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോ ഇമാം തുർമദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അതിന്റെ അർത്ഥം പുരോഹിതന്മാരെ റബ്ബാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ യഥാർത്ഥത്തിൽ റബ്ബാക്കിയിട്ടുണ്ട്. അവർ ഹലാലാക്കിയതിനെ ഇവർ ഹലാലാക്കുകയും അള്ളാഹു ഹലാലാക്കിയതിനെ അവർ ഹറാമാക്കുകയും അള്ളാഹു ഹറാമാക്കിയതിനെ ഇവർ ഹലാലാക്കുകയും ചെയ്തു. അതിനുള്ള നിരുപാധിക അധികാരം അവർക്കുള്ളതായി അവർ വിശ്വസിച്ചു. അപ്പോൾ റുബൂബിയ്യത്തിൽ തന്നെ പങ്കുചേർത്തു. അതുകൊണ്ട് ശിർക്ക് വന്നു. അവർ റബ്ബാക്കൽ തന്നെ വന്നു. അവർ ചെയ്യേണ്ടിയിരുന്നത് വിശുദ്ധ തൗറാത്തിൽ നിന്ന് ഇഞ്ചീലിൽ നിന്ന് അള്ളാഹു ഏതാണ് ഹലാലാക്കിയിട്ടുള്ളത് അത് മനസ്സിലാക്കി പറയുകയായിരുന്നു അവർ വേണ്ടത്. അതിന് പകരം അതിനെതിരിൽ തന്നെ അതിനൊരു പാരയായി സമാന്തരമായി അവർക്ക് സ്വതന്ത്രമായി അതിന് അധികാരമുണ്ടെന്ന് അവർ ആ രൂപത്തിൽ പ്രവർത്തിക്കുകയും ജനങ്ങൾ അത് വകവെച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ റബ്ബാക്കലായി എന്നാണ്. അപ്പൊ അത് പറ്റില്ല. അതേ സമയത്ത് അള്ളാഹുവിന്റെ ഹുക്മിനെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കൽ ഇതിൽപ്പെടില്ല. കാരണം അള്ളാഹു ഇന്ന അൻസൽന തൗറാത്തിനെ നാം ഇറക്കി, അതിൽ ഫി നൂറുണ്ട് ഹുദയുമുണ്ട്. യഹ്കുമു ബിഹൻ നബിയ്യൂനല്ലദീന അസ്ലമൂ ലില്ലദീന ഹാദു. ആ തൗറാത്ത് കൊണ്ട് ഹുക്മ് ചെയ്യും, വിധിക്കും. ആ യഥാർത്ഥമായ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ വിധിക്കും. വൽ അഹ്ബാർ, ആ കൂട്ടത്തിലുള്ള എന്താണ് ആയത്ത് ആ അർത്ഥത്തിൽ ഈ ഏകദേശം ഈ അർത്ഥത്തിലുള്ള ആയത്തുണ്ട്. അർത്ഥം ഇത് തന്നെ, വാക്കുകൾ മുഴുവൻ എനിക്ക് ഓർമ്മ വരുന്നില്ല. രണ്ട് റുഹ്ബാനും അവരിലുള്ള പണ്ഡിതന്മാരും അവരിലുള്ള റബ്ബാനീയങ്ങളായ ആലിമീങ്ങളും അതുകൊണ്ട് വിധിക്കും എന്ന അർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോ തൗറാത്ത് ഇഞ്ചീലിൽ നിന്ന് നിയമങ്ങളെ നോക്കി മനസ്സിലാക്കി നമ്മുടെ അയിമ്മത്ത് പറയുന്നത് പോലെ എടുത്തു പറയുന്നത് അത് ചെയ്യേണ്ടതാണ്. അതിനുള്ള അധികാരം അത് അള്ളാഹു കൊടുത്തതാണ്. പക്ഷെ അതിൽ ഹറാമാക്കിയതിനെ ഹലാലാക്കാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആ നിലയ്ക്ക് അവരെ സമീപിച്ചാൽ അതെന്തായിപ്പോയി? അത് ശിർക്കായി പോകും. ഇത് നാം പ്രധാനമായി മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. മക്ക മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. മക്ക മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പുത്തനാശയക്കാര് നമ്മെ കാഫിറാക്കാൻ വേണ്ടി നമ്മളെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും കാഫിരീങ്ങളാണ്, മുശ്രിക്കീങ്ങളാണ് എന്ന ഒരു ബാത്തിലായ നിരർത്ഥകമായ ഒരു വാദം കെട്ടിപ്പണിത് വെച്ചിട്ട് അതിന് അനുയോജ്യമായി വിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഇതിനു വേണ്ടി ഉദ്ധരിക്കുന്ന ആയത്തുകൾ മുഴുവനും മക്ക മുശ്രിക്കീങ്ങൾ അതുപോലെയുള്ള മുശ്രിക്കീങ്ങളുടെ മേൽ ഇറങ്ങിയ ആയത്തുകളാണ്. ആ ആയത്തുകളെ കൊണ്ട് ഒരിക്കലും തന്നെ ഈ മുഅ്മിനീങ്ങളുടെ മേൽ അത് ഉപയോഗിക്കാൻ യാതൊരു അർത്ഥത്തിലും സാധിക്കുകയില്ല. കാരണം മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസവും
ലോക മുസ്ലിമീങ്ങളുടെ വിശ്വാസവും വളരെ വിപരീതമായ രൂപത്തിലാണ്. പൂർണ്ണ അർത്ഥത്തിൽ രണ്ടും രണ്ട് വഴിയിലാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വിവരിക്കുന്നുണ്ട്. അതിന്റെ മുമ്പ് എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കള്, പ്രവർത്തകര്, പ്രബോധകര് മനസ്സിലാക്കേണ്ടത്, മക്ക മുശ്രിക്കീങ്ങൾ മുശ്രിക്കാണെന്ന് യഥാർത്ഥത്തിൽ ഉള്ള ശിർക്ക്, റുബൂബിയ്യത്തിൽ തന്നെ ശിർക്ക് അവർ ചെയ്തിരുന്നു, അവർ പങ്കുചേർത്തിരുന്നു അള്ളാഹുവിൽ എന്നതിന് കൂടുതലൊന്നും അന്വേഷിച്ചു പോവേണ്ടതില്ല. അവർക്ക് തഹ്കീം, ഇവരെ അള്ളാഹു ഈ ജനങ്ങൾ ഹാക്കിം ആക്കി എന്ന് വെച്ചാൽ ഈ വിധിക്കാനുള്ള അധികാരം അള്ളാഹു അല്ലാത്തവർക്ക് അവർക്ക് നൽകി. അവിടെ തന്നെ ശിർക്ക് വന്നുപോയി. അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം എന്ന് അള്ളാഹുവിലേക്ക് തങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബിംബങ്ങളുടെ മുന്നിൽ കുനിയുന്നത്, ബിംബങ്ങൾക്ക് ആരാധിക്കുന്നത്, ബിംബങ്ങളോട് ദുആ ചെയ്യുന്നത്, സഹായം അഭ്യർത്ഥിക്കുന്നത്, ശഫായത്ത് തേടുന്നത് എന്നൊക്കെ പറയുന്നല്ലോ. ആര് പറഞ്ഞു അതിന് അവരോട്? അത് അള്ളാഹു. അതുകൊണ്ടാണല്ലോ മാലം യുനസ്സിൽ ബിഹി സുൽത്താന, മാലം യുനസ്സിൽ ബിഹി സുൽത്താന എന്നിങ്ങനെ ഖുർആൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. അള്ളാഹു ഒരു തെളിവ് നൽകാത്ത കാര്യം, അള്ളാഹു അത് പറയാത്തൊരു കാര്യം നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നാ ചോദ്യം. അത് എന്താണ് ആ മാലം യുനസ്സിൽ ബിഹി സുൽത്താനൻ എന്ന് പറയാൻ കാരണം? അള്ളാഹു ശിർക്ക് കൊണ്ട് ഒരിക്കലും ഒരു തെളിവ് ഇറക്കുകയില്ലല്ലോ. അള്ളാഹു ഒരു തെളിവ് നൽകാത്ത കാര്യത്തെ, അള്ളാഹു കൽപ്പിക്കാത്ത കാര്യത്തെ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നാണല്ലോ അള്ളാഹു ചോദിക്കുന്നത്. എന്തിനാ അതങ്ങനെ പറഞ്ഞത്? അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹു അല്ലാത്തവരെ അവർ പങ്കു ചേർത്തു. എങ്ങനത്തെ ഒന്നിനെ പങ്കു ചേർത്തു? അള്ളാഹു അതുകൊണ്ട് യാതൊരു സുൽത്താനിനെയും ഒരു തെളിവിനെയും അള്ളാഹു ഇറക്കിയിട്ടില്ല. അള്ളാഹു ശിർക്ക് വെക്കാല്ലെങ്കിലും തെളിവിനെ ഇറക്കില്ലല്ലോ. പിന്നെ എന്തിനാ പറഞ്ഞത്? അത് ആ ശിർക്ക് വന്ന ആ വഴി വിശദീകരിക്കാനാ അള്ളാഹു അത് പറഞ്ഞത്. അല്ലെങ്കിൽ അള്ളാഹു അത് പറയേണ്ട ആവശ്യമില്ല. ഖുർആനിൽ ഒരു പദം ഉപയോഗിക്കുന്നെങ്കിൽ അതിനൊരു മാന ഉണ്ടായിരിക്കും. ആ ശിർക്ക് വന്ന വഴിയുടെ ഒരു രൂപമാണത്. ഒരു കാര്യം അള്ളാഹു അങ്ങോട്ട് കൽപ്പിച്ചാൽ അത് ദീനായി. നമ്മൾ മുന്നേ ഒരുപാട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിച്ചത്, അള്ളാഹു ഈ ബഹീറത്ത്, സായിബത്ത് പോലെയുള്ള ഈ മൃഗങ്ങളെ ഈ രൂപത്തിൽ നിശ്ചയിച്ചുകൊണ്ട് ഉള്ള ഒരു ആരാധനാ രൂപം അള്ളാഹു കൽപ്പിച്ചിട്ടില്ലല്ലോ, അള്ളാഹു ഇതുകൊണ്ട് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഈ ബഹീറത്ത്, സായിബത്തിനൊന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ മക്ക മുശ്രിക്കീങ്ങൾ അവർ ചെയ്തിരുന്ന ഒരു പ്രത്യേക ആരാധനയായിരുന്നു. അവർ ചില മൃഗങ്ങളെ ഈ ബിംബങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കും. എന്നിട്ട് അതിനെ അതിന്റെ മുകളിൽ സവാരി ചെയ്യില്ല, അതിനെ കറക്കില്ല, അതിനെ ഉപയോഗിക്കില്ല. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രത്യേകം ആദരിച്ച്, പ്രത്യേകം അടയാളപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേക പേര് നൽകിക്കൊണ്ട് അവരിങ്ങനെ ഒരു പ്രത്യേക ആരാധന നടത്തിയിരുന്നു. ഇതിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ? ഇത് ശിർക്കാണെന്ന് അള്ളാഹു പറഞ്ഞത്. ഇത് ചെയ്യാൻ പാടില്ലാത്തതാ. എന്തുകൊണ്ടാണ്? അള്ളാഹു അത് നിശ്ചയിച്ചിട്ടില്ല. മാ ജഅലല്ലാഹു, അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹ് നിശ്ചയിച്ചപ്പോഴോ ഇതുപോലത്തെ ഇതിനോട് പ്രത്യക്ഷത്തിൽ സാമ്യമായതാണ് ഉദ്ഹിയ്യത്ത് അർക്കൽ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലൂ ശആയിറല്ലാഹ് വലശ്ശഹ്റൽ ഹറാമ വലൽ ഹദിയ വലൽ ഖലായിദ. ഹദിയ്, ബലിമൃഗത്തെ പോലും ബഹുമാനിക്കണമെന്ന് നമ്മളോട് പറഞ്ഞു. അപ്പൊ ബഹുമാനിച്ചു എന്നതോ, അതിന് പ്രത്യേകം അടയാളം ഇട്ടു എന്നതോ, അതിനെ അറുത്തു എന്നതോ ഒന്നും അല്ല ശിർക്കായത്. അത് അള്ളാഹു ഇവിടെ കൽപ്പിച്ചു, അള്ളാഹു അത് ശറഅാക്കിയപ്പോ അത് തൗഹീദായി. അതിനോട് സമാനമായത് തന്നെ അപ്പുറത്ത് ചെയ്യുന്നു, അത് എന്തുമായി? ശിർക്കുമായി. ഒരൊറ്റ വിഷയം, ഹജറുൽ അസ്വദിന്റെ മുന്നിൽ നാം ചെന്ന് നിൽക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അത് തൗഹീദായി. മറ്റൊരു ബിംബത്തിന്റെ മുന്നിൽ, ഒരു കല്ലിന്റെ മുന്നിൽ ചെന്നാൽ അത് ശിർക്കായി. എവിടെ വ്യത്യാസം? മാ ജഅലല്ലാഹ്, അള്ളാഹു അതുകൊണ്ട് സുൽത്താനെ ഇറക്കിയിട്ടില്ല. അപ്പോ പിന്നെ തങ്ങളുടെ ബിംബങ്ങളുടെ ആഗ്രഹമാണെന്ന രൂപത്തിലോ അതല്ലെങ്കിൽ ജിന്ന് ഇൻസിൽ നിന്നുള്ള പിശാചുകളുടെ നിർദ്ദേശപ്രകാരമോ അങ്ങനെ അവർ ചെയ്തു. അതുകൊണ്ട് അത് ആ നിലക്ക് തന്നെ റുബൂബിയ്യത്തിൽ പങ്കു ചേർക്കുക എന്നത് അവിടെ തന്നെ വന്നു. അവിടെ കിടന്നിങ്ങനെ മലക്കം അറിയേണ്ട ഒരാവശ്യമില്ല. ശരിക്ക് കൃത്യമായി ചിന്തിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റബ്ബുൽ ആലമീന്റെ ഭാഗമാണത്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹിന്റെ റസൂലിന് ഹുക്മിന് അധികാരമുണ്ട്. അയിമ്മത്ത് മുജ്തഹിദീങ്ങൾക്ക് ഹുക്മിന് അധികാരമുണ്ട്. അത് അള്ളാഹ് കൊടുത്ത അധികാര, അള്ളാഹു അവരെ ഏൽപ്പിച്ചതാണ്. അതെങ്ങനെ? അത് പുതിയൊരു ഹുക്മ് നൽകലല്ല, അള്ളാഹുവിന്റെ ഹുക്മ് മനസ്സിലാക്കി നൽകല, അള്ളാഹു നൽകാത്ത നൽകലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ജനങ്ങളെ നിങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ആ കുല്ല ആമിൻ യാ റസൂലല്ലാഹ്, ഈ എല്ലാ വർഷത്തിലും അങ്ങനെ ഹജ്ജ് ചെയ്യണോ നബിയെ എന്ന് ചോദിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നും മുണ്ടിയില്ല. 3 വട്ടം ആ സഹാബി ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് അതെ എല്ലാ വർഷം എന്ന് പറയായിരുന്നുവെങ്കിൽ, നാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും അത് നിർബന്ധമാവും. നിങ്ങൾക്കിട്ട് അതിന് കഴിയില്ല. എല്ലാ വർഷം ഹജ്ജ് ചെയ്യാൻ കഴിയുമോ? അതുകൊണ്ട് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കാൻ നിൽക്കണ്ട. ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ കഴിയുന്നത് പോലെ ചെയ്യുക, വിരോധിച്ചാൽ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. അപ്പോ ആ എല്ലാ വർഷവും ഞങ്ങൾക്ക് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നഅം ല രണ്ടും പറയാനുള്ള അധികാരം റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന് അധികാരമുണ്ട്. പക്ഷേ അത് അല്ലാഹു കൊടുക്കുന്നതാണ്. ആ കൊടുക്കുന്ന അധികാരമില്ലാത്ത അതിൻ്റെതായ രൂപത്തിലല്ലാതെ ലോകത്ത് ആര് എന്ത് പറഞ്ഞാലും ശരി അത് അംഗീകരിച്ചുകൊണ്ട് നാം ഏതെങ്കിലും ഒരു കാര്യത്തെ ആരാധനാകർമ്മമായി കണ്ടാൽ ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ തള്ളലായി. ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിന്റെ ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ നിഷേധിക്കലായി, കുഫറിന്റെ ഒരു ഭാഗമായി. അത് മറ്റാർക്കെങ്കിലും ഈ അധികാരം വകവെച്ച് കൊടുത്തിട്ടുകൂടിയാണെങ്കിൽ അതെന്തുമായി? ശിർക്കുമായി. ആ വിഷയത്തിൽ അള്ളാഹു അല്ലാത്തവരെ റബ്ബാക്കലായി. മനസ്സിലായോ? എന്നാൽ അപ്പൊ ആ നിലക്ക് തന്നെ മക്ക മുശ്രിക്കീങ്ങൾ ഈ നിലക്ക് തന്നെ അവർ റുബൂബിയത്തിൽ തന്നെ പങ്കു ചേർത്തവരാകുന്നു. റുബൂബിയത്തിൽ തന്നെ പങ്കു ചേർത്തവർ. ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. അതായത് നമ്മെ സംബന്ധിച്ച് ആക്ഷേപിക്കുന്നത് മക്ക മുശ്രിക്കീങ്ങൾക്കും അതുപോലെയുള്ള ആളുകൾക്കും അതുപോലെയുള്ള മുശ്രിക്കീങ്ങളും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, അള്ളാഹുവിനെ അവർക്കറിയാമായിരുന്നു, അള്ളാഹുവാണ് റബ്ബ് എന്ന് അവർ അംഗീകരിച്ചിരുന്നു, അള്ളാഹുവാണ് ഖാലിഖ് എന്ന് അംഗീകരിച്ചിരുന്നു. പിന്നെ എന്താ അവർക്ക് പറ്റിയ കുഴപ്പം? അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി ഈ ബിംബങ്ങളെ അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി ഈ ബിംബങ്ങൾ ശഫാഅത്ത് ചെയ്യും എന്ന വ്യാജേന, എന്ന ചിന്തയോടുകൂടെ, എന്ന വിശ്വാസത്തോടുകൂടെ അവരോട് ശഫാഅത്തിനെ അപേക്ഷിച്ചു, അവരോട് അവർ അഭ്യർത്ഥിച്ചു, അവരോട് പ്രാർത്ഥിച്ചു, അവർക്ക് ആരാധിച്ചു. ഇതാണ് ചെയ്ത തെറ്റ്. ഇത് തന്നെയാണ് സുന്നികളും ചെയ്യുന്നത്. അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് എല്ലാം ചെയ്യുന്നത് എന്നൊക്കെ അവർ അംഗീകരിക്കുന്നുവെങ്കിലും അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി ശുഫആ ആവാൻ വേണ്ടി മമ്പർത്ത തങ്ങളോടും ദുആ ചെയ്യുന്നു, അതുപോലെയുള്ളവരോടൊക്കെ മുഹ്യിദ്ദീൻ ശൈഖിനോടും മദരീങ്ങളോടൊക്കെ ദുആ ചെയ്യുന്നു. അപ്പൊ രണ്ടു സമായി എന്നാണ്. പക്ഷേ മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ശഫാഅത്ത് ചെയ്യുമെന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ആ ശഫാഅത്ത് അപേക്ഷിച്ചോളാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഈ ബിംബങ്ങളെ അവർ ശഫാഅത്ത് ചെയ്യുമെന്നും അവരോട് അവർക്ക് ആ ശഫാഅത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇന്നതൊക്കെ ചെയ്തോളൂ എന്നും ആര് പറഞ്ഞു? എവിടെ നിന്ന് കിട്ടി? അതാ. അപ്പൊ അവിടെ തന്നെ റുബൂബിയത്തിൽ തന്നെ പങ്കുചേർക്കൽ വന്നു. അത് പറയേണ്ടത് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ദുന്യവി ഉഖ്റവിയായ ജീവിതത്തിന്റെ വിജയത്തിന് ആവശ്യമായതൊക്കെ പറഞ്ഞു തരേണ്ടത്, വിധിക്കേണ്ടത് അടിസ്ഥാനപരമായി അതിന്റെ അധികാരം അല്ലാഹുവാണ്. പിന്നെ അത് വിധിക്കാനുള്ള അധികാരം അബൂജഹലിന് അല്ലാഹു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ലാത്തക്ക് കൊടുത്തിട്ടില്ല, ഉസ്സക്ക് കൊടുത്തിട്ടില്ല, പിശാചിന് കൊടുത്തിട്ടില്ല, അതുപോലെ ഈ ശിർക്ക് സ്ഥാപിച്ച ആളുകൾക്ക് കൊടുത്തിട്ടില്ല, പൗലോസിന് കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ കൊടുത്തത് അള്ളാഹുവിന്റെ അമ്പിയാക്കളും ആ അമ്പിയാക്കളുടെ വഴിയിൽ ജീവിക്കുന്ന മഹത്തുക്കളായ ഇമാമിങ്ങളുമാണ്. ആ ഇമാമിങ്ങൾ അതിൽ നിന്ന് അള്ളാഹുവിന്റെ വിധി കണ്ടുപിടിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ് ചെയ്യുന്നതും. അപ്പോ അതല്ലാത്തത് അള്ളാഹു ഇല്ല എന്നും ഇത് പാടില്ലെന്നും വ്യക്തമായി പല രൂപത്തിൽ പഠിപ്പിച്ചിട്ടും അതിനെതിരെ അള്ളാഹ്ക്ക് വേണ്ടെങ്കിലും ഞങ്ങളുടെ ബിംബങ്ങൾക്കത് വേണം എന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ അത് തീർച്ചയായും അള്ളാഹുവിന്റെ ആ വിഷയത്തിലുള്ള റുബൂബിയത്തിനെ നിഷേധിക്കലാകുന്നു. അപ്പോൾ ഒന്നാമതായി കുഫർ വരുന്നു. അത് മറ്റുള്ളവർക്ക് ഈ അധികാരം വകവെച്ചു കൊടുത്തിട്ടാണെങ്കിൽ അവിടെ ശിർക്കും കൂടി വരുന്നു റുബൂബിയത്തിൽ തന്നെ. മനസ്സിലായോ? അപ്പോ അതും ഇതും ഒരിക്കലും തുലനം ചെയ്യാൻ പറ്റുകയില്ല. എന്താണ് അതിന് മുമ്പുണ്ടല്ലോ ഹാമീം വൽ കിതാബിൽ മുബീൻ. ഹാമീം സൂറത്തുൽ അഹ്ഖാഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ പറഞ്ഞത്? ഇതൂനി ബികിതാബിൻ മിൻ ഖബ്ലി ഹാദാ ഔ അസാറത്തിൻ മിൻ ഇൽമിൻ ഇൻ കുൻതും സാദിഖീൻ എന്നാ പറഞ്ഞത്.
നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ടുപോവാന്ന അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞിട്ട് ആരാണിത് പറഞ്ഞത്, ഏത് നിലക്ക് അത് പറയുന്നത് എന്നതിനൊരു തെളിവ് കൊണ്ടുപോവാ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പൊ അതില്ലാത്ത കാലത്തോളം, അതില്ല എന്ന് അവർ അംഗീകരിക്കുന്നു, അതില്ലാത്ത കാലത്തോളം അത് ആ നിലക്ക് തന്നെ അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ നിഷേധിക്കലും റബ്ബുൽ ആലമീൻ എന്ന റുബൂബിയത്തിനെ നിഷേധിക്കലും മറ്റുള്ള നിലക്ക് മറ്റുള്ളവർക്ക് അത് വകവെച്ചു കൊടുക്കുമ്പോൾ അത് ശിർക്കുമാകുന്നു. അത് ആദ്യമായി പ്രഥമമായി മനസ്സിലാക്കുക. പിന്നെ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഈ റുബൂബിയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അഖ്സാ ഗായത്തിൽ ഖുദൂഇ വ തദല്ലുലി എന്നത് എങ്ങനെ വന്നത് എന്നൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ അഖ്സയുടെ പരിധിയും നമ്മൾ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒന്നിന്റെ പരമമായ അധികാരം ഒരാൾക്ക് വകവെച്ചു കൊടുത്തിട്ടുള്ള വണങ്ങലാണെങ്കിൽ അത് എന്താകുന്നു, അങ്ങേ അറ്റത്തെ വണക്കമായി തീരും എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഓർക്കണം. എന്നാൽ ഈ മക്ക മുശ്രിക്കീങ്ങള് നാം വളരെ കൃത്യമായി പറയുകയാണ്, ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഞാൻ വണങ്ങുന്നു എന്നാണല്ലോ പറയുന്നത്. എന്നാൽ ഇത് വരെ പറഞ്ഞ ഒരു കാര്യവും അവർ അംഗീകരിക്കുന്നില്ല, ഒരു കാര്യവും അംഗീകരിക്കുന്നില്ല. ആദ്യമായി റബ്ബുൽ ആലമീനെ അവർ അംഗീകരിക്കുന്നില്ല. ലോകം മുഴുവനും അള്ളാഹുവിന്റെ തർബിയത്തിന്റെ കീഴിലാണ് എന്നതിനെ അവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെ അംഗീകരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ വിവിധ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ അങ്ങോട്ട് വിവരിച്ചു കൊടുത്തുകൊണ്ട് ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദി അമ്മൻ യംലികു അസ്-സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ. സൂറത്ത് യൂനുസ്. എന്നിട്ട് അള്ളാഹു പറയുന്നു ഫദാലിക്കുമുല്ലാഹു റബ്ബുക്കും, നിങ്ങൾ ആ അള്ളാന്ന് പറഞ്ഞില്ലേ, ആ അള്ളയാണ് റബ്ബുക്കുമുൽ ഹഖു, നിങ്ങളുടെ യഥാർത്ഥ റബ്ബ്. അപ്പൊ ഇവർക്ക് യഥാർത്ഥമല്ലാത്ത റബ്ബ് വേറെ ഉണ്ട് എന്നല്ലേ ആ പറയുന്നതിന്റെ അർത്ഥം? അല്ലെങ്കിൽ അവരോട് അതെന്താ പറയേണ്ട ആവശ്യം? സൂറത്ത് യൂനുസ് 31-32 ആയത്തുകൾ. ഫദാലിക്കുമുല്ലാഹു റബ്ബുക്കും, നിങ്ങൾ ഈ പറഞ്ഞ റബ്ബുണ്ടല്ലോ, അള്ളാന്ന് ഇപ്പൊ നിങ്ങൾ ഉച്ചരിച്ചല്ലോ, ആ അള്ളാനെ നിങ്ങൾ റബ്ബാക്കൂ. ആ അള്ളാഹുവാണ് ലോകത്തിന്റെ മുഴുവൻ റബ്ബെന്നും അവൻ തന്നെയാണ് നിങ്ങളുടെയും റബ്ബ് എന്ന് നിങ്ങൾ അംഗീകരിക്കൂ. ഫമാദാ ബഅദൽ ഹഖ്, ആ ഹഖ് തള്ളിയിട്ട് നിങ്ങൾ എവിടെ പോയാലും അതൊക്കെ വലാലായിരിക്കും എന്നാ പറഞ്ഞത്. അപ്പോ മറ്റുള്ള വസ്തുക്കളെ എന്താക്കുന്നു? റബ്ബാക്കുന്നു. മാത്രമല്ല നമുക്കറിയാവുന്നതാണ് ഖബറിലെ ചോദ്യം, ആദ്യത്തെ ചോദ്യം അലസ്തു ബി റബ്ബിക്കും എന്നാണ് ആദ്യം ചോദിച്ചത്. ഖബറിലെ ചോദ്യം മൻ റബ്ബുക എന്നാണ്. അപ്പൊ റുബൂബിയത്ത് അള്ളാഹു റബ്ബാണ് എന്ന കാര്യം മക്ക മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ പിന്നെ ആ ചോദ്യത്തിന് അവർക്ക് ശരിക്കും മറുപടി പറയാലോ, മൻ റബ്ബുക, റബ്ബ് തന്നെ, ആ വിഷയത്തിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നായിരിക്കുമല്ലോ അവരുടെ മറുപടി. അപ്പൊ അതൊന്നും അങ്ങനെയല്ല. മാത്രമല്ല ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ, അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയുകയാണ്, ഖുൽ, തങ്ങൾ ചോദിക്കുക, അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ, അള്ളാഹു അല്ലാത്ത മറ്റൊരു റബ്ബിനെ ഞാൻ തേടിപ്പിടിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അള്ളാഹു അല്ലാതെ മറ്റ് ചില റബ്ബുകളെ തേടിപ്പിടിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് തങ്ങൾ ചോദിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. അപ്പോ റബ്ബിനെ തന്നെ വേറെ അവർക്ക് വേണം. അങ്ങനെ തന്നെയായിരുന്നു അവരുടെ അവസ്ഥ. ഫദാലിക്കുമുല്ലാഹു റബ്ബുക്കും എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ, നേരത്തെ സൂറത്ത് യൂനുസിലെ ആയത്ത് പറഞ്ഞല്ലോ, ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഖബരി പറയുന്നുണ്ട്, ഫദ്ദിആഉക്കും ഗൈറഹു, അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ വാദിക്കുന്നത്, ഇലാഹൻ വ റബ്ബൻ, ഇലാഹാണെന്നും റബ്ബാണെന്നും നിങ്ങൾ പറയുന്നത് ലലാല് മാത്രമാകുന്നു എന്ന്. അത് ലലാല് മാത്രമാണ്, യഥാർത്ഥത്തിൽ വഴികേടാകുന്നു എന്ന്. പിന്നെ മറ്റൊരായത്ത് സൂറത്ത് സ്വാദിലെ 4-ാമത്തെ ആയത്ത്, വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് സ്വാദിലെ 4-ാമത്തെ ആയത്ത്. അത് അവിടെ എന്താ പറയുന്നത്? അവർ അത്ഭുതപ്പെട്ടു, അൻ ജാഅഹും മുൻദിറും മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഉള്ള ഒരു റസൂല് മുൻദിർ വന്നപ്പോൾ അവര് അത്ഭുതപ്പെട്ടു അതില്. എന്നിട്ട് പറഞ്ഞു, ഖാലൽ കാഫിറൂന,
കാഫിര്യങ്ങൾ പറഞ്ഞു ഹാദാ സാഹിറുൻ കദാബ്, ഇയാൾ കള്ളം പറയുന്ന സാഹിറാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്താ അവരുടെ അത്ഭുതം, അജഅലൽ ആലിഹത ഇലാഹം വാഹിദ, ഈ കണ്ട ആലിഹത്തുകളൊക്കെ കൂടി ഒറ്റ ഇലാഹാക്കുകയോ, ഇക്കണ്ട മഅബൂദുകളൊക്കെ ഞങ്ങൾക്കുണ്ട്, ലാത്തുണ്ട്, ഉസ്സയുണ്ട്, മനാത്തുണ്ട്, പലതും ഉണ്ട്, ഇതിനൊക്കെ മാറ്റിയിട്ട് ഇതിനൊക്കെ പകരം ഒന്നിനെ നിശ്ചയിക്കുകയോ, അജഅലൽ ആലിഹത ഇലാഹം വാഹിദ, ഇവകളൊക്കെ കൂടി ഒരു ഇലാഹാക്കുകയോ, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇതൊരു അവിശ്വസനീയമായ സംഭവമാണല്ലോ, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ, വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്ക്, എത്ര കൃത്യമാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം എടുത്ത് പരിശോധിച്ചാൽ സകല തഫ്സീറുകളും അല്ലെങ്കിൽ മിക്ക തഫ്സീറുകളും എടുത്ത് നോക്കി അതിലൊക്കെ കാണും. എന്താ കാണുക, ഇവരിത് പറഞ്ഞത് എങ്ങനെ, എന്താ പറയുക, അൻ ഖതാദത അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് ഖാല അജിബൽ മുശ്രികൂന അൻ ദുഉ ഇലല്ലാഹി വഹദ വഖാലു യസ്മഉ ലിഹാജാതിനാ ജമീഅൻ ഇലാഹുൻ വാഹിദുൻ മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ. പടച്ചവനെ, എന്താപ്പ ഈ കേൾക്കുന്നത്? അവര് പറയാ, മുശ്രിക്കുകൾ പറയാ, എന്താപ്പ ഈ കേൾക്കുന്നത്, ഈ ഒരു ഇലാഹ് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കേൾക്കുന്നോ? യസ്മഉ ലിഹാജാതിനാ ജമീഅൻ ഇലാഹുൻ വാഹിദുൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവനും കേൾക്കാനും, അതൊക്കെ ഞങ്ങൾ ഇവിടെ എവിടുന്ന് പറഞ്ഞാലും അതൊക്കെ കേൾക്കാനും അതിനൊക്കെ ഉത്തരം ചെയ്യാനും ഒരു ഇലാഹ് മതിയെന്നോ? ഇപ്പൊ ഇവിടെ കുറെ ആളുകളുണ്ട്, എന്നിട്ട് തന്നെ ഞങ്ങളുടെ കാര്യം മുഴുവനും നടക്കുന്നില്ല എന്നായിരുന്നു. അതാണ് അവരെ അത്ഭുതപ്പെടുത്തിയത്. ബഹറുൽ മുഹീത്തിൽ കാണാം, കൈഫ യകൂനു ഇലാഹുൻ വാഹിദുൻ യർസുഖുൽ ജമീഅ വയൻദുറു ഫീ ഉമൂരിഹിം, എങ്ങനെ ഒരു ഇലാഹിന് ഈ ലോകത്തെ ജനങ്ങളുടെ മുഴുവൻ കാര്യം നോക്കാൻ പറ്റുന്നു? കഴിയില്ലല്ലോ. ഓരോ മൂലയിലും ഓരോ ഏരിയയിൽ ഗവർണർമാരുള്ളത് പോലെ ഓരോ ഏരിയക്ക് ഓരോ ഗ്രാമ ദൈവങ്ങൾ വേണം, എന്നിട്ട് അവരാണ് അതൊക്കെ ആ രാജ്യത്തിന്റെ ഇതൊക്കെ പരിഗണിക്കേണ്ടത് എന്ന് തന്നെയായിരുന്നു അവരുടെ വിശ്വാസം. അപ്പോ എല്ലാം ചെയ്യുന്നത് അള്ളാഹുവാണ് എന്ന റബ്ബുൽ ആലമീനിൽ ഇവർക്ക് വിശ്വാസമില്ല, റുബൂബിയത്തിൽ വിശ്വാസമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായാണ് പറഞ്ഞത്. അതാണ് അവർക്ക് ഉണ്ടായത്. എന്നിട്ട് ഈ ബറ്റിങ്ങളെ, ഈ ആളുകളെ യഥാർത്ഥ മൂമിനീങ്ങളോ അവരെക്കാൾ 10 ഇരട്ടി കാഫിരീങ്ങള് എല്ലാ കഴിവും പടച്ച റബ്ബിനാണെന്ന് വിശ്വസിക്കുന്ന ഈ മൂമിനീങ്ങളെ കാഫിറാക്കി കൊല്ലാൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ മാനെന്താ? കിതാബ് അള്ളാഹിന്റെ ഖുർആനായിട്ട് ഇവർക്ക് വല്ല ബന്ധമുണ്ടോ? സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്, എന്താ പറയുന്നത്, ഇത് വലൗ യറല്ലദീന കഫറു വലൗ യറല്ലദീന ളലമു ഇത് യറൗ, എങ്ങനെയാണ് ആയത്ത്, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് വലൗ യറല്ലദീന ളലമു ഇത് യറൗനൽ അദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീഅൻ വഅന്നല്ലാഹ ശദീദുൽ അദാബ്. സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ ആയത്ത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചാലും കാണാം, ഇവർക്ക് അദാബ് കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. ലാലിമീങ്ങളായ ആളുകൾ ഇത് യറൗനൽ അദാബ, അവർ അദാബ് കാണുന്ന സമയത്ത് അവർ മനസ്സിലാക്കുന്നു എന്ത്, അന്നൽ ഖുവത ലില്ലാഹി ജമീഅ, ഖുവത്ത് മുഴുവനും അല്ലാഹുവിനാണ്. അപ്പോഴേ അവർക്ക് തിരിയുള്ളൂ. ആഖിറത്തിൽ ചെന്നിട്ട് തഫ്സീറുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, ആഖിറത്തിൽ ചെന്നിട്ട് തന്റെ ഈ ബിംബങ്ങളൊന്നും ഈ ആരാധ്യ വസ്തുക്കളൊന്നും ഒരു ഗുണം ചെയ്യുന്നില്ല, അവർക്കൊന്നും ഒന്നിനും കഴിയുന്നില്ലെന്ന് കാണുമ്പോൾ അള്ളാഹുവിന്റെ ഖുവത്ത് പ്രകടമായി ഇങ്ങോട്ട് വെളിവാകുമ്പോഴാണ് എല്ലാ ഖുവത്തും അള്ളാഹുവിനാകുന്നു എന്ന് അവർക്ക് അപ്പോഴാണ് തിരിയാന്ന്. സൂറത്തുൽ ബഖറ ശരിക്കും പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അൽഹംദുലില്ലാ മുതൽ ഒന്നും അവർ അംഗീകരിക്കുന്നില്ല. അൽഹംദുലില്ലാ മുതൽ മക്ക മുശ്രിക്കീങ്ങൾ മാത്രമല്ല, അതിന് മുന്നുള്ളവരും അംഗീകരിക്കുന്നില്ല. മുന്നുള്ളവര് യൂസുഫ് നബിയോട് പറഞ്ഞതൊക്കെ നമുക്കറിയാലോ, ഒക്കെ അർബാബ് തന്നെയാണ്. അപ്പോൾ അവരൊക്കെ അള്ളാഹുവിന്റെ അൽഹംദുലില്ലാ മുതൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. പിന്നെ അർ-റഹ്മാൻ റഹീം, റഹ്മാനിനെ അവർക്ക് അറിഞ്ഞുകൂടാ. ഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിർ-റഹ്മാനി ഖാലൂ വമർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞാൽ
അവര് പറയും ഏതാണ് ഈ റഹ്മാന്, ഏതാ ഈ റഹ്മാന്, അങ്ങനെ ഒരു റഹ്മാനൊന്നും ഇല്ലല്ലോ എന്നാണ് അവര് പറയാ. അനസ്ജുദു ലിമാ തഅ്മുറുന, നീ കൽപ്പിക്കുന്നവർക്കൊക്കെ സുജൂദ് ചെയ്യാതിരിക്കുക ഞങ്ങള് എന്ന് അവർ ചോദിക്കും എന്ന് ഖുർആനിലുണ്ട്, ശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ വേറെയും ആയത്തുണ്ട്. എന്തായത്? ഈ കിതാബിനെ നാം വകദാലിക അൻസൽനാഹു, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലിതത്ലുവ അലൈഹിമുല്ലദി ഔഹൈനാ ഇലൈക വഹും യക്ഫുറൂന ബിർറഹ്മാൻ ഖുൽ ഹുവ റബ്ബി ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വ ഇലൈഹി മതാബ് എന്ന് കാണാം, വിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തുർ റഅദ് 30-ാമത്തെ ആയത്ത്, വകദാലിക അർസൽനാക ഫീ ഉമ്മത്തിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹാ ഉമമുൻ ലിതത്ലുവ അലൈഹിമുല്ലദി ഔഹൈനാ ഇലൈക വഹും യക്ഫുറൂന ബിർറഹ്മാൻ ഖുൽ ഹുവ റബ്ബി ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വ ഇലൈഹി മതാബ്. വഹും യക്ഫുറൂന ബിർറഹ്മാൻ, റഹ്മാനായ റബ്ബിനെ അവർ നിഷേധിക്കുന്നു, അവർ കാഫിറാവുന്നു. മുശ്രിക്ക് എന്നല്ല പറഞ്ഞത്, കാഫിറ നിഷേധിക്കാൻ. അങ്ങനത്തെ റബ്ബിനെ അവർക്ക് അറിഞ്ഞൂടാ. ആരൊക്കെ എവിടുന്നൊക്കെ കേട്ട പോലെ ഒരു അള്ളാഹ് അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് അള്ളാഹുള്ള യഥാർത്ഥ അള്ളാഹുള്ള വിശ്വാസമല്ല. ഈ നിലക്കുള്ള റബ്ബിനെ അവർക്ക് അറിഞ്ഞുകൂടാ, എല്ലാ റഹ്മത്തിന്റെയും ഉറവിടമായ റബ്ബിനെ അവർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ചുരുക്കി പറയുന്നു, പിന്നെ പറഞ്ഞത് എന്താ? മാലിക് യൗമിദ്ദീൻ, അന്ത്യനാളിലുള്ള അന്ത്യനാളിന്റെ ഉടമസ്ഥൻ. അന്ത്യനാളിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്ത്യനാളുണ്ടെന്നും ആ അന്ത്യനാളിൽ യഥാർത്ഥ അവിടെ പ്രതിഫലം നൽകുന്നവനും വിചാരണ ചെയ്യുന്നവനും അവനാണെന്നും വിശ്വസിക്കണമെന്നാണല്ലോ. എന്നാൽ അവർക്ക് അന്ത്യനാളെന്നല്ലല്ലോ, അന്ത്യനാള് തന്നെ ഇല്ലല്ലോ അവർക്ക്. അവരോട് അങ്ങനെ ഒരു അന്ത്യനാളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ ചോദിക്കുന്നതാണ്, ആരാണ് ഞങ്ങളെ ഹയാത്താക്കുക, ആരാണ് മരിച്ചു പോയവരെ ഹയാത്താക്കുക എന്ന് അവർ ചോദിക്കുക. അല്ലാതെ അന്ത്യനാളിൽ അവർക്ക് വിശ്വാസം ഇല്ല. എത്രയോ ആയത്തുകൾ ആ വിഷയത്തിൽ, വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം എന്നാ പറഞ്ഞത്. അപ്പോ അതിലൊന്നും അവർക്ക് വിശ്വാസമല്ല. പിന്നെ അതുപോലെ തന്നെ മലക്കുകളെ സംബന്ധിച്ച് അവർ അള്ളാഹുവിന്റെ ബനാത്താണ്, പെൺകുട്ടികളാണെന്ന് അവർ വിശ്വസിക്കുന്നു. അള്ളാഹ്ക്ക് പുനർജന്മത്തിന് കഴിയില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ഇങ്ങനെ പലതും. വേറൊരു ആയത്തിൽ കാണാലോ, സൂറത്തുൽ അൻആമിൽ കാണാം, വകദ്ദബ ബിഹി ഖൗമുക, അതിന്റെ മുന്നേ അവർക്ക് അദാബ് വരും എന്നതൊക്കെ, വഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ എന്ന് തുടങ്ങിയുള്ള ആയത്ത്. ആ ആയത്ത് അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പല രൂപത്തിൽ അടിയിൽ നിന്നോ മുകളിൽ നിന്നോ വലഭാഗത്തു നിന്നൊക്കെ നിങ്ങളെ അദാബ് കൊണ്ടുവന്ന് നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് വകദ്ദബ ബിഹി ഖൗമുക, ഇതുകൊണ്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ അദാബ് കൊണ്ടുവരാൻ കഴിയുമെന്നതിനെ അവർ കളവാക്കുന്നു. അങ്ങനത്തെ റബ്ബിനൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ബിഹി എന്നുള്ള മീർ ഖുർആനിലേക്ക് മടക്കിയവരുമുണ്ട്, അതിന്റെ നേരെ മുന്നേ പറഞ്ഞ ഈ അദാബിലേക്ക് മടക്കിയവരുണ്ട്. രണ്ടും ശരി തന്നെ. അപ്പൊ അങ്ങനത്തെ ഒരു റബ്ബാണ്. ഇങ്ങനെ ഒരു കഴിവില്ലാത്ത ഒരു അള്ളാഹിനെ പറ്റി എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞു എന്നതുകൊണ്ടൊന്നും എന്താവുകയില്ല, അവർ മൂമിനാവില്ല കേട്ടോ. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. പിന്നെ എന്താ ഉള്ളത്? പിന്നെ എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? അവര് പറയും, ആരാണ് നിങ്ങളെ നിങ്ങൾ എന്തിനാണ് ബിംബങ്ങൾ, ഇവകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണല്ലോ, നിങ്ങളൊക്കെ സ്വന്തം ഉണ്ടാക്കിയതല്ലേ, അവർക്ക് ഒന്നിനും കഴിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ അവര് തൽക്കാലം ജനങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ, അതായത് നിങ്ങളെ സൃഷ്ടിച്ചതാര്, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതാര് എന്ന് ചോദിക്കുമ്പോൾ അപ്പോ ഈ ബിംബങ്ങളാണെന്ന് പറഞ്ഞാല് അവരെ കൂക്കി വിളിക്കുമല്ലോ. അതുകൊണ്ട് അവര് തൽക്കാലം ജനങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു വാക്ക് പറയുന്നതാണ്. എന്തെന്ന്? അത് അള്ളാഹ്ന്ന് പറയും. ഒരു വർത്താനാണ്, ഒരു പറച്ചിലാണ്. അപ്പൊ ആ ആളുകൾക്കനുസരിച്ച് ഒരു പറച്ചിൽ എന്നല്ലാതെ യഥാർത്ഥത്തിൽ അവർക്കതിൽ വിശ്വാസം ഉണ്ടായിട്ടല്ല. അവര് അപ്പോൾ തൽക്കാലം തടി സലാമത്താവാൻ വേണ്ടി അതിനനുസരിച്ച് അവിടെ വെച്ച് പറയും. അങ്ങനെ ഓരോ രംഗത്തും അതുപോലെ കാറ്റിലും കോളിലൊക്കെ പെട്ടിട്ട് വേറെ ഒരു മാർഗവും ഇല്ലാതാവുമ്പോ അപ്പൊ ചിലപ്പോ പറയും
പടച്ചോനെ രക്ഷിക്കുക എന്നൊക്കെ പറയും. ഇങ്ങനെ അവസരത്തിനനുസരിച്ച് ഒരു തമാശ, ഒരു കളി മാത്രമാണ് അവർക്കുള്ളത്. യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിനെ സംബന്ധിച്ച് അവർക്ക് വിശ്വാസം ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂറത്ത് ദുഖാനിൽ പറയുന്നത് നോക്ക്. എത്ര രസമായിട്ടാ പറയുന്നത്, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം. സൂറത്ത് ദുഖാൻ എടുത്തു നോക്ക്. ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. നിങ്ങൾ ശരിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. അത് മുസാഫ് അടുത്തുണ്ടെങ്കിൽ എടുത്ത് നോക്കണമെന്നല്ല ഓതുള്ളവർ. നോക്ക്. റഹ്മത്തൻ മിൻ റബ്ബിക ഇന്നഹു ഹുവസ് സമീഉൽ അലീം റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുൻതും മുഖിനീൻ ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യീ വയുമീതു റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ ബൽ ഹും ഫീ ശക്കിൻ യൽഅബൂൻ. എത്ര കൃത്യമായിട്ട് അള്ളാഹ് പറയുന്നു. അവരിങ്ങനെ തോന്നുമ്പോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് എടുത്തിട്ടാ പിന്നെ തെളിവ് പറയേണ്ടത്. അള്ളാഹു വളരെ കൃത്യമായി പറയാം. ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയതാണ്. അള്ളാഹു തങ്ങളുടെ റബ്ബ് അനുഗ്രഹമായി ഇറക്കിയതാ. അവൻ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അവൻ തന്നെയാണ് റബ്ബിസ് സമാവാതി വൽ അർളി. മുശ്രിക്കീങ്ങളോട് പറയണത് ഈ അള്ളാഹ് ഇറക്കിയ കിതാബാണിത് എന്ന് അവരോട് പറയാ. എന്നിട്ട് പറയാണ് റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബായ അള്ളാഹു ഇറക്കിയതാണ്. വമാ ബൈനഹുമാ, ആ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ള വസ്തുക്കളുടെയും റബ്ബായ അള്ളാഹു ഇറക്കിയതാണ്. ഇൻ കുന്തും മൂഖിനീൻ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തഫ്സീറത്ത് മറിച്ച് നോക്കി കാണാം. നിങ്ങൾ ചിലപ്പോ ഈ ആകാശഭൂമിയെ സൃഷ്ടിച്ചത് അള്ളാണെന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ പറച്ചിലിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് തന്നെ കാണാം അവിടെ. അപ്പോ ഇത് ആരിറക്കിയെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾ അടുത്തൊക്കെ പറയാറുണ്ടല്ലോ ഇങ്ങനെ ഒരു റബ്ബിനെ സംബന്ധിച്ച്, ആ യഥാർത്ഥ റബ്ബാണ് ഇത് ഇറക്കിയത്, ആ പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒരു മേട്ടം കൊടുത്തു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ പറയുന്നു ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യീ വയുമീതു റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, അവൻ തന്നെയാണ് നിങ്ങളുടെ പിതാക്കളുടെ ഒക്കെ റബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് ബൽ, അള്ളാഹു അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ, ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന വിധത്തിൽ, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ, എത്ര വലിയ സലഫി വന്നാലും പറയാൻ കഴിയാത്ത വിധത്തിൽ അള്ളാഹു പറയുന്നു ബൽ, പക്ഷേ ഈ പറയുന്നത് അവർക്ക് അതിൽ വിശ്വാസമില്ല. ഹും, അവർ ഫീ ശക്കിൻ, സംശയത്തിലായി യൽഅബൂൻ, കളിച്ചുകൊണ്ടിരിക്കുന്നു, തമാശക്കാണ് ആളെ. ബൽഹും ഫീ ശക്കിൻ എന്ന് പറഞ്ഞ അള്ളാഹു നിർത്തിയില്ല. വളരെ ശ്രദ്ധിക്കണം. ബൽഹും ഫീ ശക്കിൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നിർത്തിയില്ല. ശക്കിൻ യൽഅബൂൻ എന്നാ പറഞ്ഞത്. ബൽഹും ഫീ ശക്കിൻ യൽഅബൂൻ, ശക്കിലായും കൊണ്ട് അവർ കളിക്കുകയാണ്, തമാശക്കാണ്. കാബത്തുങ്ങ വന്നാ പറയും അപ്പോ അവിടുത്തെ കോലത്തിനനുസരിച്ച് ഇല്ല ശരീക്കെന്ന് പറയും. അങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുമ്പോ അതിനനുസരിച്ച് തൊള്ളയിൽ വന്നത് വായിൽ വന്നത് വിളിച്ചു പറയുക എന്നല്ലാതെ അവർക്ക് യാതൊരു വിശ്വാസവും ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി പറയുന്നു. ഇവരെയാണ് പിന്നെ മൂമിനാക്കാൻ നടക്കുന്നത് കുറെ ആളുകൾ. അതിനാണ് സംഘടന, അതിനാണ് ഈ കാശും ഇതൊക്കെ ചെലവാക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതെത്ര കൃത്യമാണ്. തഫ്സീറുകൾ കൃത്യമായി പറയാണ്. നിങ്ങളിങ്ങനെ ചിലപ്പോഴൊക്കെ ഒരു അള്ളാഹിനെ സംബന്ധിച്ച് പറയാറുണ്ടല്ലോ, ഈ ആകാശം ഭൂമിയൊക്കെ സൃഷ്ടിച്ചത് ബിംബങ്ങളല്ല അള്ളയാണ്, പറയാൻ കഴിയില്ലല്ലോ ബിംബങ്ങളാണെന്ന്. അപ്പൊ ചോദിച്ചാൽ അങ്ങനെ പറയണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു ഇല്ല, അവർക്ക് വിശ്വാസമില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസത്തോടു കൂടെ വെളിവാക്കി പറഞ്ഞ അനുസരിക്കലാണല്ലോ. അതില്ല, അവർക്ക് സംശയമാണ്. അങ്ങനെ എന്തൊക്കെ കേൾവിക്കനുസരിച്ച് ഇടക്കൊക്കെ ഇങ്ങനെ പറയും. ആ സംശയത്തോടു കൂടെ എന്നാ പിന്നെ ആ സംശയം ദൂരീകരിക്കാൻ ശ്രമിക്കുക. അതുമല്ല, കളിച്ച് പരിഹസിച്ച് മസ്ഖറാക്കി നടക്കുകയാണ്. ഇതേ ആശയം സൂറത്ത് ആല ഇംറാനിലും പറഞ്ഞിട്ടുണ്ട്. അല്ലദീന ഇത്തഖദൂ ദീനഹും ലഹ്വൻ വലഇബാ, ദീൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു തമാശയും കളിയുമാണ്. അതാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായും കൊണ്ട് ഈ മക്ക മുശ്രിക്കീങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് വളരെ വ്യക്തമായി, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം ഇല്ല, യഥാർത്ഥത്തിലുള്ള വിശ്വാസമില്ല. പിന്നെ
അസുലി ഇസ്മായിൽ നബി ഒക്കെ വന്നുപോയ സ്ഥലമാണല്ലോ. അങ്ങനെ പരമ്പരാഗതമായി ഒരു അള്ളാഹിനെ സംബന്ധിച്ചൊരു കേട്ടുകേൾവി ഉണ്ട്. അതുകൊണ്ട് ചില സമയത്തൊക്കെ കുടുങ്ങണ നേരത്തൊക്കെ പറയാം, ആ കുടുങ്ങണ നേരത്തുള്ള വിശ്വാസത്തിനൊന്നും ഒരു ഫലമില്ല, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതിന്റെ മുന്നും വിശ്വാസമില്ല, ശേഷവും വിശ്വാസമില്ല, അതൊന്നും ഒരു വിഷയേ അല്ല. മനസ്സിലായോ? പിന്നെ ആളുകൾ ചോദിക്കുമ്പോൾ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരാന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് എന്ന് പറഞ്ഞു എന്നതുകൊണ്ടും കാര്യമില്ല. അതൊക്കെ ഒരു തമാശക്ക്. കാരണം ആകാശം ഭൂമിയും സൃഷ്ടിച്ചത് ആരാന്ന് ചോദിക്കുമ്പോ അത് പിന്നെ എന്തെന്ന് പറഞ്ഞാൽ പറ്റൂല, പിന്നെ ഈ ബിംബങ്ങളാണെന്ന് പറഞ്ഞാല് അത് ഒരിക്കലും ആർക്കും മനുഷ്യന്മാർക്ക് ഒരു ബുദ്ധി തീരെ ഇല്ല എന്നല്ലേ അതിൽ നിന്ന് വരിക. അതുകൊണ്ട് അപ്പോ അങ്ങനെ പറയുക എന്നേ അതിനർത്ഥമുള്ളൂ എന്ന് അവരുമായി ബന്ധപ്പെട്ട എല്ലാ ആയത്തുകൾക്കും അവർ ഇങ്ങനെ പറഞ്ഞു, അവർ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന എല്ലാ വിഷയത്തിനും മറുപടി ആവുന്ന വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞത്. ബൽ ഹും ഫീ ശക്കിൻ എന്ന് പറയാതെ, അല്ലെങ്കിൽ ബൽ ഹും യശുക്കൂൻ എന്ന് പറയാതെ, ബൽ ഹും ഷാക്കൂൻ എന്നൊന്നും പറയാതെ ബൽ ഹും ഫീ ശക്കിൻ യൽഅബൂൻ എന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ്. നാം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ബാക്കിയുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണ ഖുവ്വത്തും കഴിവുമുള്ള, പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന, എന്തിനും കഴിയുന്ന, സർവശക്തനും സർവജ്ഞാനിയും സർവാധിപനും സകല ഖുവ്വത്തിന്റെയും ഉടമസ്ഥനുമായ അള്ളാഹുവിനെ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആ മക്ക മുശ്രിക്കീങ്ങളിൽ അവർ ചെയ്യുന്നതൊക്കെ ശിർക്കാണ്. അവരുടെ വിശ്വാസം തന്നെ ശിർക്കാണ്. അവർക്ക് അള്ളാഹുവിനേക്കാൾ വലുത് ഈ ബിംബങ്ങളാണ്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ ഈ ബിംബങ്ങളെ സ്നേഹിക്കുന്നു എന്നാ പറഞ്ഞത്. അള്ളാഹുവിനെ ആര് സ്നേഹിക്കുന്നത് പോലെ തഫ്സീറുകൾ നോക്കിയാൽ കാണാം, കഹുബ്ബിൽ മുഅ്മിനീന അല്ലാഹ്. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെയാണ് അവർ ഈ ബിംബങ്ങളെ സ്നേഹിക്കുന്നത്. അവർക്ക് അള്ളാഹിനെ സ്നേഹമൊന്നുമില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹം ബിംബങ്ങളുടെ സ്നേഹം ഒരുപോലെയല്ല. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെയാണ് അവർ ബിംബങ്ങളെ സ്നേഹിക്കുന്നത് എന്നാണ്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ നിലക്കൊന്നും പിന്നെ അവരുടെ മേലിറങ്ങിയ ആയത്തുകളെ ആ വിശ്വാസമില്ലാതെ മറിച്ച് സർവശക്തനും അള്ളാഹുവാണ്, സർവാധിപൻ അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ ഇതിനു കൂടാതെ ലോകത്ത് ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഇഷ്ടദാസന്മാർ അവരുടെ ജാഹ് നമ്മുടെ ഭൗതിക പാരത്രികമായ വിജയങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് അള്ളാഹുവും റസൂലും അനുവദിച്ചതാണ് എന്ന വിശ്വാസത്തോടുകൂടെ, അതിന് ഒരുപാട് തെളിവുകൾ നാം മുന്നേ പറഞ്ഞിട്ടുണ്ട്. 3-4 ക്ലാസ്സുകളിലായി അത് വിവരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ക്ലാസ്സുകളിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും താബിഈങ്ങളും അത് അങ്ങനെ ചെയ്തത്, അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ആ നിലക്ക് അള്ളാഹു അനുവദിച്ചതാണ്. എല്ലാ സഹായം അള്ളാഹുവിൽ നിന്നാണ്. പക്ഷെ അള്ളാഹു സഹായിക്കാൻ മാർഗങ്ങൾ നിശ്ചയിച്ചു. അതിൽപ്പെട്ടതാണ് മലക്കുകൾ. അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാന ബി റൂഹിൽ ഖുദ്സി, റൂഹുൽ ഖുദ്സിനെ കൊണ്ടാ സഹായിക്കാൻ പറഞ്ഞത്. പടച്ചവനെ നീ സഹായിക്കുന്ന പിന്നെന്തിനാ റൂഹുൽ ഖുദ്സിനെ പറയുന്നു? പടച്ചവനെ, ഹസ്സാനിനെ നീ സഹായിക്ക്. ആരെ കൊണ്ട്? പരിശുദ്ധാത്മാവിനെ കൊണ്ട് സഹായിക്കുന്ന ദുആ. അപ്പൊ സഹായം വരുന്ന വഴി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിലൂടെയാണ്. അത് മലക്കുകളാവാം, അമ്പിയാക്കളാവാം, അങ്ങനെയൊക്കെ ആവാം. അതുപോലെയുള്ള മറ്റു പലതും പല രൂപത്തിൽ നാം മനസ്സിലാക്കി. തബറുക്കാവട്ടെ, തവസ്സുലാവട്ടെ, ഇസ്തിഗാസയാവട്ടെ, ഇതിന്റെയൊക്കെ യഥാർത്ഥ രൂപം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹുവിന്റെ അടുത്തുള്ള ജാഹിനെ നമ്മുടെ കാര്യ ലബ്ധിക്ക് വേണ്ടി, അത് ദുന്യവിയാവട്ടെ ഉഖ്റവിയാവട്ടെ, അതിന് ഉപയോഗപ്പെടുത്തുക. അത് അള്ളാഹു സബബായി നിശ്ചയിച്ച ഒരു കാര്യം മാത്രമാകുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് അത് മഹാന്മാരായ സ്വഹാബത്ത് ഭൗതിക കാര്യത്തിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉഖ്റവിയായ കാര്യത്തിൽ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. ഭൗതിക കാര്യത്തിലും ഈ മഹത്വത്തെ ധാരാളമായി വസീലയാക്കിയിരുന്നു. അത് തബറുക്കിന്റെ രൂപത്തിലായാലും ശരി, തവസ്സുലിന്റെ രൂപത്തിലായാലും ശരി, അതിന്റെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ വിവരിക്കുകയുണ്ടായി. ആ നിലക്ക് ചെയ്യുന്ന ആളുകളോട് ഇതിനെപ്പറ്റി പറഞ്ഞ, അതിന്റെ നേരെ ഘടകവിരുദ്ധമായി വിശ്വസിച്ചിരുന്ന ഈ വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തുകളെ വെച്ചുകെട്ടുക എന്ന് പറയുന്നത് വലിയ കടുത്ത പാതകമാണ്, വലിയ കൊടിയ കുറ്റകരമായ വിഷയമാണ് എന്നാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾ നോക്ക്, അവർ ഉദ്ധരിക്കുന്ന ചില ആയത്തുകൾ നമുക്കൊന്ന് നോക്കാം. അവരുദ്ധരിക്കുന്ന ആയത്തുകൾ എന്താ?
അവർ പറയും മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ എന്ന് മക്ക മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നു. അള്ളാഹുവിനെ അവർക്ക് ശരിക്കും വിശ്വാസമുണ്ട്, അതില്ലാന്ന് ഇപ്പൊ നമ്മളിവിടെ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ ഈ പറയുന്നത് എന്താ? മാത്രമല്ല അതിന് ഈ പറഞ്ഞ വിഷയത്തിന് ഒന്നുകൂടി 1-2 ഉദാഹരണങ്ങൾ കൂടെ പറയാം. സൂറത്ത് ഇസ്രായിലുണ്ട്, അതുപോലെ സൂറത്തുൽ അംബിയായിലുണ്ട്, മറ്റു പല സൂറത്തുകളിലും ഉണ്ട്. അതില് സൂറത്തുൽ ഇസ്രായിൽ പറയാണ് ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂന ഇദൽ ലബ്തഗൗ ഇലാ ദിൽ അർശി സബീലാ സുബ്ഹാനഹു വ തആല അമ്മാ യഖൂലൂന ഉലുവൻ കബീറാ. കണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്ക മുശ്രിക്കീങ്ങളോട് അവരുടെ വിശ്വാസത്തിനെ വിമർശിക്കാൻ വേണ്ടി, അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അള്ളാഹു പറയുന്ന തെളിവുകളാണ്. അള്ളാഹു പറയാണ് സൂറത്തുൽ അംബിയായിൽ ഖുൽ ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. ഈ ഭൂമിയിൽ ഇലാഹുകൾ, ഒന്നിലധികം ഇലാഹ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ലോകം നശിച്ചു പോകും. ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി, അർശിന്റെ റബ്ബായ അള്ളാഹു പരിശുദ്ധനാണ്. അമ്മാ യസിഫൂൻ, ഈ കാഫിര്യങ്ങൾ പറയുന്നതിനെ തൊട്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ വഹാബികളും മറ്റും നമ്മളെ കാഫിറാക്കാൻ വേണ്ടി പറയുന്നത് പോലെ മക്ക മുശ്രിക്കീങ്ങളും മറ്റും വിശ്വസിച്ചിരുന്നത്, നാം നമ്മുടെ ഔലിയാവിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവനുസരിച്ച് അള്ളാഹുവിന്റെ സമ്മതപ്രകാരം അവന്റെ ഇതിനോടുകൂടെ അവർക്ക് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നത് പോലെ മക്ക മുശ്രിക്കീങ്ങളും യഥാർത്ഥത്തിൽ അള്ളാഹുവിനാണ് എല്ലാ കഴിവ് എന്നും, അതുപോലെ ഈ ബിംബങ്ങള് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണെന്നും ആ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു സമ്മതം കൊടുക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ സമ്മതപ്രകാരം അള്ളാഹുവിന്റെ കഴിവ് കൊടുക്കുന്ന കഴിവിനനുസരിച്ച് അവർ ശഫാഅത്ത് ചെയ്യും എന്ന ആയിരുന്നു വിശ്വാസമെങ്കിൽ, ആ വിശ്വാസത്തോടുകൂടെ അവരിങ്ങനെ അപേക്ഷിച്ചത് കൊണ്ടാണ് അവർ മുശ്രിക്കായത്, അത് ആരാധനയായത്, ഈ വസ്തുക്കൾ മഅബൂദായത്, ഇലാഹായത് എങ്കിൽ ഈ തെളിവ് എങ്ങനെ നിലനിൽക്കും? പടച്ചവനെ എന്ത് പൊട്ടപ്പോയത്താ പടച്ചവനെ ഈ പറയുന്നത്? ഞങ്ങളെ നീ ബിംബങ്ങൾക്ക് ഒരു കഴിവില്ല എന്നല്ലേ ഞങ്ങൾ പറയുന്നത്? നീ കൊടുത്ത കഴിവല്ലേ, നിന്റെ സമ്മതം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒന്നിലധികം ഇലാഹ് അഥവാ അള്ളാഹും ഒരു ലാത്തും കൂടി ഉണ്ടെങ്കിൽ, മുശ്രിക്കീങ്ങളോട് പറയാ അള്ളാഹുവും ലാത്ത ഉസ്സ പോലെയുള്ള ഇലാഹുകളും ഇതൊക്കെ ഇലാഹാണെന്ന് സമ്മതിച്ചാൽ ഈ ലോകം നശിക്കുന്നു. എന്തിനാ നശിക്കുന്നത്? നിന്റെ സമ്മതപ്രകാരമല്ലേ ചെയ്യുള്ളൂ, നീ കൊടുത്ത കഴിവിനനുസരിച്ചല്ലേ ചെയ്യുള്ളൂ, നിന്റെ ഉദ്ദേശത്തിനനുസരിച്ചല്ലേ ചെയ്യുള്ളൂ എന്ന് അള്ളാഹു എന്നോട് അവര് തിരിച്ചു ചോദിക്കൂലേ? അള്ളല്ലേ ഈ പറയുന്നത്? ഇതെന്താ ഈ ആയത്തൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും? ഇത് അവർക്ക് മറുപടി സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. ഈ മുശ്രിക്കീങ്ങളും മറ്റും പറയുന്നതിനെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണ് എന്നാണ് അതിലൂടെ അള്ളാഹു തെളിയിക്കുന്നത്. അപ്പൊ ഈ ലോകം യാതൊരു കുഴപ്പമില്ലാതെ നിലനിൽക്കുന്നത് കണ്ടില്ലേ കൂട്ടരെ? പിന്നെ എങ്ങനെ നിങ്ങൾ ഇവകളൊക്കെ അള്ളാഹിന്റെ കൂടെയുള്ള ആലിഹത്താക്കുന്നു എന്നാ ചോദ്യം. മനസ്സിലാക്കണം. അപ്പോൾ ഇലാഹി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ചില കഴിവുകളെ വകവെച്ച് കൊടുക്കണം. മാത്രമല്ല വളരെ കൃത്യമായി സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നു ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂൻ. നിങ്ങൾ ചിന്തിക്കണം കേട്ടോ, അള്ളാഹുവിന്റെ കൂടെ ഇലാഹുകൾ ഉണ്ടെങ്കിൽ കമാ യഖൂലൂൻ, അവർ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ കൂടെ ഇലാഹുകൾ ഉണ്ടെങ്കിൽ ഇദൽ ലബ്തഗൗ ഇലാ ദിൽ അർശി സബീലാ, അവർ അള്ളാഹിന്റെ അടുത്ത് പോയി യുദ്ധം ചെയ്യോ അവര്. അള്ളാഹു ദുൽ അർശുൽ ആയ അള്ളാഹുവിന്റെ അരികിലേക്ക് അവർ വഴിയെ തേടും എന്ന് വെച്ചാൽ ബിൽ മുഗാലബത്തി വൽ മുമാനഅത്തി. അങ്ങനെയാണല്ലോ രാജാക്കന്മാരുടെ പതിവ്. അവർ മുമാനഅത്ത് കൊണ്ടും അള്ളാഹുവിനോട് മത്സരിക്കും, അവർ അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ശ്രമിക്കും, അവർ അള്ളാഹിനെ തോൽപ്പിക്കാൻ ശ്രമിക്കും, അവർ അള്ളാഹുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. അവർ ബിൽ മുഗാലബത്തി വൽ മുമാനഅത്തി, അള്ളാഹുവിനെ എതിരിടാനും അള്ളാഹുവിനെ തോൽപ്പിക്കുവാനും കീഴടക്കുവാനും അവർ ശ്രമിക്കും എന്ന് അള്ളാഹ് പറയുന്നിടത്ത് എന്നിട്ട് പറയുന്നു സുബ്ഹാനഹു വ തആല അമ്മാ യഖൂലൂൻ, അവരാ പറയുന്നതിനെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണ്. ഇവിടെ ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂന,
അവർ പറയുന്നത് പോലെ. ആര്? ഐ അൽ മുശ്രികൂന ഖാതിബതൻ, ലോകത്ത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ഇപ്പോൾ നിലവിലുള്ളതുമായ മുഴുവൻ മുശ്രിക്കീങ്ങളും പറയുന്നതിനനുസരിച്ച്. മുശ്രിക്കാകല അങ്ങനെയാണ്. കണ്ടോ? എന്തെങ്കിലും ഒരു കഴിവ് പരമമായ അർത്ഥത്തിൽ വകവെച്ചു കൊടുക്കാതെ ശിർക്ക് വരുന്നില്ല. കണ്ടോ? ഖാതിബതൻ. തഫ്സീറുകൾ പരിശോധിച്ചു, അബു സുവൈദ് പരിശോധിച്ചു നോക്ക്, ബഹറുൽ മുഹീത്ത് പരിശോധിച്ചു. എന്തിനാ തഫ്സീർ? ഖുർആൻ നസ്സായിട്ട് പറയല്ലേ. കമാ യഖൂലൂൻ, ഇബറ്റെ പറയുന്നത് പോലെ. അള്ളാഹു അവര് പറയുന്നത് എടുത്തിട്ട് അവർക്ക് മറുപടി പറയാ. ഈ വഹാബികൾ ആണെങ്കിൽ ഇപ്പൊ തിരിച്ചു ചോദിക്കേണ്ട, പടച്ചോനെ എന്ത് വർത്താനാ ഈ പറയുന്നത്, എന്ത് പൊട്ടപ്പോയത്തായി പറയുന്നത്? അവരങ്ങനെയല്ലല്ലോ. അവര് പറയുന്നത് അവരൊക്കെ നിന്റെ ഇഷ്ടദാസന്മാരാണ്, നിന്റെ പൊരുത്തത്തിനനുസരിച്ച് നിന്റെ സമ്മതപ്രകാരം അവരിങ്ങനെ ആഖിറത്തിൽ ഇവർക്ക് വേണ്ടി ഒരു ശഫാഅത്ത് ചെയ്യും എന്നല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ, എന്നല്ലേ പറയുന്നുള്ളൂ എന്ന് മുശ്രിക്കീങ്ങൾ പറയും. ഇല്ലേ, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്ന ഈ സലഫികൾ എന്താ അങ്ങനെ പറയാത്തത്? എന്താ അവര് പറയാത്തത്? അവരത് ചെയ്യേണ്ടതല്ലേ? അവർക്ക് വേണ്ടി വാദിക്കാൻ നടക്കുന്ന ഇവരെന്താ ഒരു പുതിയ തൗഹീദ് കൊണ്ടുവന്നിട്ട് എന്താ അത് പറയാത്തത്? പറയൂ. ആൺകുട്ടികൾക്ക് തെളിയിക്കാൻ സാധിക്കില്ല, അത് ഒരിക്കലും സാധിക്കില്ല. എല്ലാറ്റിനും മറുപടിയാണത്. ഇനി ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇനി നമുക്ക് അവർ തെറ്റിദ്ധരിച്ച ആയത്തുകൾക്ക്, തെറ്റിദ്ധരിപ്പിക്കുന്ന ആയത്തുകൾക്ക്, ഇലാഹുക്കും ഇലാഹും വാഹിദുൻ ഫല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി, അണ്ട് ആഖിറ കൊണ്ട് വിശ്വാസമല്ല, ഒക്കെ വളരെ കൃത്യമായിട്ടാണ്. പിന്നെ അഇദാ കുന്നാ തുറാബൻ വആബാഉനാ അഇന്നാ ലമുഖ്റജൂൻ ലഖദ് വഅദ്നാ ഹാദാ നഹ്നു വആബാഉനാ മിൻ ഖബ്ലു ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ വഖാല അല്ലദീന കഫറു, ഈ കാഫിരീങ്ങൾ പറഞ്ഞു ഞങ്ങളൊക്കെ മരിച്ച് മണ്ണായി പോയാൽ പിന്നെ ഞങ്ങളെ പുറപ്പെടുവിക്കുമെന്ന്. അതിലും അവർക്ക് വിശ്വാസമില്ല. യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, സൂറത്തുൻ നാസിആത്ത്, അതിൽ കാണാം യഅനി മുശ്രികീ ഖുറൈശിൻ വമൻ ഖാല ബിഖൗലിഹിം ഫീ ഇൻകാരിൽ മആദ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുക സൂറത്തുൽ മുഅ്മിനൂനിൽ ഇതുപോലെ പറഞ്ഞിട്ട് പറയാണ് ഖുൽ അഫലാ തത്തഖൂൻ, സൂറത്തുൽ മുഅ്മിനൂൻ. എന്നിട്ട് അവിടെ തഫ്സീർ ഖുർത്തുബി പറയാണ്, തഫ്സീർ ബൈളാവി പറയാണ് അഫലാ തത്തഖൂന ഇഖാബഹു ഫലാ തുശ്രികൂ ബിഹി ബഅദ മഖ്ലൂഖാതി വലാ തുൻകിറൂ ഖുദ്റതഹു അലാ ബഅദ മഖ്ദൂറാതി. അല്ലാഹുവിന്റെ കഴിവുകളെ നിങ്ങൾ നിഷേധിക്കല്ലേ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കൂ, അല്ലാഹുവിൽ മറ്റുള്ളവയെ നിങ്ങൾ പങ്കുചേർക്കല്ലേ, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ നിങ്ങൾ നിഷേധിക്കല്ലേ, അതിന്റെ അർത്ഥം കൊടുക്കണം. അപ്പൊ അതൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പൊ ഈ ജാതിയാണ് മുശ്രിക്കീങ്ങൾ. മനസ്സിലായോ? ഈ ജാതിയാണ് മുശ്രിക്കീങ്ങൾ. പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചോ, പഠിക്കാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആ വിഷയം പറയുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു ഇതുവരെയാണ്. ഈ ഖൗമിനെ അവരെ ഒരു പരിധി വരെ നന്നാക്കിയിട്ട് സാധുക്കളായ ലാ ഹൗല വലാ ഖുവത്ത എന്ന് വിശ്വസിക്കുന്ന, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് വിശ്വസിക്കുന്ന ഈ പാവങ്ങളായ സാധുക്കളായ മുഅ്മിനീങ്ങളെ കാഫിറാക്കി മുശ്രിക്കാക്കി സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താ? അതിന്റെ ലക്ഷ്യം എന്താ? ഇനി നിങ്ങൾ നോക്ക്. വല്ലദീന ഇത്തഖദു, സൂറത്തു സുമറിൽ ഒരു ആയത്തുണ്ട്, വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിനെ കൂടാതെ പിന്നെ ഔലിയാക്കളെ, സഹായികളെ, ഈ ബിംബങ്ങളാകുന്ന സഹായികളെ, അഞ്ഞ അല്ലാത്ത സഹായിയായാലും മനുഷ്യന്മാരായാലും അങ്ങനെ തന്നെ ആ അർത്ഥത്തിലാവാൻ പാടില്ല. പിന്നെ അപ്പോ ശിർക്ക് വരും. ഏതെങ്കിലും ഒരു കഴിവ് വകവെച്ച് കൊടുത്തുകൊണ്ടാവാൻ പാടില്ല, മക്കളാക്കിയിട്ടാവാൻ പാടില്ല. ഈസാ നബിനെ മക്കളാക്കിയതുപോലെ, ഉസൈറിനെ മകനാക്കിയതുപോലെ അങ്ങനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ആക്കിയ ആളുകൾ അവര് പറയുന്നത് എന്താ? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നത് അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാകുന്നു, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാകുന്നു എന്ന്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോ അള്ളാഹു ഉണ്ട്, അപ്പൊ അതിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഔലിയാക്കൾ അടുപ്പിക്കുമെന്ന് പറയുന്ന പോലെ ഇത് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. അപ്പോ അവിടെ
ഒന്നാമതായി നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വന്നു, അള്ളാഹു കൃത്യമായി പറഞ്ഞു തമാശാക്കണത്. ഏത് ചോദ്യത്തിന് മറുപടിയാ? ഇത് അവരോട് എന്തിനാ പിന്നെ ഇത് അള്ളാഹു ആണ് ഈ ആകാശത്തെയും ഭൂമിയൊക്കെ സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചാൽ കുടുങ്ങിയിട്ട് അവർ പറയും നാവുകൊണ്ട് ഇത് അള്ളാഹു ആണെന്ന് പറയും. പിന്നെ എന്തിനാ നിങ്ങൾ ഇവകളെ ആരാധിക്കുന്നു ചോദിച്ചാൽ അപ്പോ ആ തടി സലാമത്താക്കാൻ വേണ്ടിയിട്ട് ഒരു തമാശ പറയാ. അതിൽ വിശ്വാസം ഉണ്ടായിട്ടല്ല. ഇത് നമ്മുടെ ആ ആയത്ത് കൊണ്ട് വ്യക്തമാണ്, നേരത്തെ പറഞ്ഞ ആയത്ത് കൊണ്ട് വ്യക്തമാണ്. എന്നാൽ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, അതൊരു ആളെ കളിയാക്കലാണ്. അള്ളാഹു പറയാണ് ഇന്നല്ലാഹ യഹ്കുമു. ഈ ആയത്തുണ്ട് കഴിഞ്ഞിട്ട്, ആ ഭാഗം കഴിഞ്ഞിട്ട്, സുൽഫ കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്തെന്നാ? ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, ഇവരുടെ ഇടയിൽ അള്ളാഹു വിധിക്കും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. അള്ളാഹു ഹിദായത്താക്കുകയില്ല മൻ, ചില ആളുകളെ, ഹുവ അവൻ കാദിബുൻ കള്ളം പറയുന്നവനാണ്, കഫാർ നന്ദി കെട്ടവനുമാണ്. അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ ഹിദായത്താക്കില്ല. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും വഈദുൻ ലഹും. വഈദുൻ, ഇത് അള്ളാഹു അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അലാ ഖൗലിഹിം ദാലിക, അവരാ പറഞ്ഞതിന്റെ മേലെ, അള്ളാഹിന്റെ മേലെ അടുപ്പിക്കാനാണെന്ന് പറഞ്ഞതിന്റെ മേലെ. അതിൽ നിന്ന് തന്നെ ഫഉലിമ മിൻഹു, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇബ്താലു തഅല്ലുലിഹിം, അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ ആ കാരണം ശരിയല്ല എന്ന് മനസ്സിലായി. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ എന്ന ആ വാക്ക് ശരിയല്ല എന്ന്, അതുകൊണ്ടാണല്ലോ അത് അള്ളാഹു തീരുമാനിച്ചോളാന്ന് പറയുന്നത്. അത് ആ പറയുന്നത് ശരിയല്ല. കാരണം അന്നൽ വാഖിഅ, യഥാർത്ഥം, അന്നഹും അബദുൽ അസ്നാമ, അവർ ബിംബങ്ങളെ ആരാധിച്ചു, അക്സറ മിൻ ഇബാദത്തിഹിം ലില്ലാഹ്, അള്ളാഹിനെ പറ്റി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയേ ദുആ ചെയ്യുന്നതിന്റെ അപ്പുറം, അതിലും കൂടുതൽ ഇതിനെയാണ് അവർ ആരാധിക്കുന്നതും ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും. കണ്ടോ? എന്നിട്ട് പറയാണ്, അതുകൊണ്ട് പറഞ്ഞിട്ട് പറയാം മൗഖിഉ ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ സ്ഥാനം, മൗഖിഉൽ ഇഹ്തിജാജ് അലാ അന്നൽ മുശ്രിക്കീന കാദിബൂൻ, അവർ കാദിബീങ്ങളാണ്. ആ പറഞ്ഞത് കള്ളമാണ്, അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത് കള്ളമാണ്. കഫാറൂന, അവർ അതിൽ കാഫിരീങ്ങളുമാകുന്നു. ഏതില്? ഫിത്തിഖാദിഹിം ഔലിയാ മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്ത ഈ ഔലിയാക്കളെ ഉണ്ടാക്കിയതിലും, വഫീ ഖൗലിഹിം മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹ് എന്ന് പറഞ്ഞതിലും അവര് കള്ളന്മാരാകുന്നു. പച്ച കള്ളാണാ പറഞ്ഞത്. ഇതിങ്ങോട്ട് പറഞ്ഞിട്ട് പറയാ കള്ളന്മാരെ അള്ളാഹ് നന്നാക്കില്ല. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളാ പറയുന്നത് കള്ളാണ്, നിങ്ങൾക്ക് ഇനി രക്ഷയില്ല. ഇത് തഫ്സീർ തഹരീർ തൻവീർ എന്ന് പറഞ്ഞിട്ട് ഉള്ള തഫ്സീറിൽ കാണാം. അതുപോലെ ഇമാം അബുൽ ഖാസിം മുഹമ്മദ് ബിൻ അഹ്മദ് ജുസിയുടെ തസ്ഹീലിലും കാണാം. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, ഇശാറത്തുൻ. ആദ്യം പറഞ്ഞ ഇബാറത്ത് തഹരീറിലുള്ളത്. രണ്ടാമത്തെ ഇബാറത്ത് ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ ഇശാറത്തുൻ ഇലാ കദിബിഹിം ഫീ ഖൗലിഹിം ലിയുഖർരിബൂനാ ഇലല്ലാഹ് എന്ന ആ വിഷയത്തിൽ കള്ളമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ആ ആശയം ഇപ്പോ ജീവിച്ചിരിക്കുന്ന സൗദിയിലെ പിന്നെ ഏതൊരു കോളേജിലെ പ്രൊഫസറൊക്കെ ആയിരുന്ന ഒരു കാര്യമായ പണ്ഡിതനുണ്ടല്ലോ, മുഹമ്മദ് അലി സാബൂനി ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ഇപ്പൊ അടുത്ത കാലത്ത് മരിച്ച വിവരമൊന്നും എൻ്റെ അടുത്തില്ല. അടുത്ത കാലത്ത് ഈ ഇമാറാത്തിലൊക്കെ വന്നിരുന്നു. വളരെ പ്രായമുള്ള ആളാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ് അദ്ദേഹം. അസ്ല് സൂരിയാണ്, പിന്നെ സൗദി ജിൻസിയ ഒക്കെ ഉള്ള ആളാണ്. അവിടെ കുറെ കാലം മുദരിസായിരുന്നു. സഫ്വത്ത് തഫാസീർ എന്നും പിന്നെ വേറെയും തഫ്സീറുകൾ തന്നെ ഉണ്ട് അദ്ദേഹത്തിന്. തഫ്സീറുകൾ പറഞ്ഞാല് സ്വന്തം തഫ്സീറല്ല, ഈ തഫ്സീറുകളൊക്കെ ജമ്മി ചെയ്തിട്ട് ചുരുക്കി പറയുന്ന ഈ സഫ്വത്ത് തഫ്സീറിൽ ഇത് പറയുന്നുണ്ട്. ഇതൊക്കെ ഉദ്ധരിച്ചിട്ട് വഫിൽ ആയത്തി ഇശാറത്തുൻ ഇലാ കദിബിഹിം ഫീ തിൽക ദഅവാ, ആ വാദത്തിൽ അവർ കള്ളന്മാരാണ്, കളവ് പറയുകയാണ് എന്നതിലേക്ക് സൂചനയുണ്ട് ഈ ആയത്തിൽ എന്ന്. എന്താ വേണ്ടത്? അതേ ആയത്തിൽ തന്നെ അതിന് മറുപടി ഉണ്ട് എന്നർത്ഥം. അതേ ആയത്തിൽ തന്നെ അതിന് മറുപടി ഉണ്ട്. വേറെ ആയത്ത് നമ്മൾ വിശദീകരിച്ചു. സൂറത്ത് ദുഹാന്റെ ആയത്ത് എല്ലാറ്റിനും മറുപടിയാ. എന്നാൽ ഇതേ ആയത്തിൽ തന്നെ അവരെ പറയുന്നത് കള്ളാണെന്നുണ്ട്. അള്ളാഹ് പറയണ അവര് കള്ളന്മാരാണെന്ന്, സലഫി പറയുന്നു അവര് ശരിയായ മോമിനിയങ്ങളാണെന്ന്. എന്താ കഥ? ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങള്. വഹാബി പറയണ അവര് യഥാർത്ഥ മോമിനിയങ്ങളാണ്, അള്ളാഹിൽ വിശ്വാസമുള്ള ആളാണ്. അള്ളാഹ് പറയണ അവരാ പറയണത് കളവാണ്. നിങ്ങളൊന്ന് വിലയിരുത്തോക്ക്. നിഷ്പക്ഷമതികളായ ആളുകൾ
തന്റെ ഇടമുള്ള ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. എത്ര വലിയ ബാധകമാണ് ഈ ചെയ്യുന്നത്. ഇനി മറ്റൊരായത്ത്, വയഅ്ബുദൂന മിൻ സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ് ഖുൽ അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർളി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ആണോ? ഈ ആയത്തും ചിലപ്പോൾ ഇത് ഈ വിശ്വാസവും അവരുടെ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. അതുപോലെ തന്നെയാണ് സുന്നികളുടെ വിശ്വാസം. എന്താ പറയുന്നത്? വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്നു. അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ അവർ ആരാധിക്കുന്നു. അവിടൊക്കെ ആരാധനയാണ്. ആരാധന എന്ന് പറയുമ്പോൾ തന്നെ പൊളിഞ്ഞല്ല കാര്യം. ഇനി അതിന്റെ പുറമെ വയഖൂലൂന, അവർ പറയുന്നു, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവര് ഞങ്ങളെ അള്ളാഹിന്റെ അടുത്ത് ശഫാഅത്ത് ചെയ്യുന്നവരാണ്. അള്ളാഹിന്റെ അടുത്ത് ശഫാഅത്ത് ചെയ്യുന്നവരാണ് ഈ ബിംബങ്ങൾ എന്നവർ പറയുന്നു. നേരത്തെ പറഞ്ഞു കൊടുത്തും അവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത്, അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ എന്ന് പറഞ്ഞു. അതുപോലെ അള്ളാഹിന്റെ അടുത്ത് ശഫാഅത്ത് ചെയ്യാൻ പറഞ്ഞു. എന്തിനാ ഈ ശഫാഅത്ത്? അന്ത്യനാളില്ലാത്തവർക്ക്, അന്ത്യനാളിൽ വിശ്വാസമില്ലാത്തവർക്ക് പിന്നെന്താ ഈ ശഫാഅത്ത്? അവന്റെ ദുന്യാവിന്റെ കാര്യത്തിലോ? അതാവാൻ സാധ്യതല്ലോ. അഹുലാഇ ശുഫആഉനാ ഇൻദല്ലാഹ് ലിതുഖർരിബൂനാ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് അടുപ്പിക്കാനല്ലേ. അതൊക്കെ ആഖിറത്തിലുള്ള രൂപത്തിലല്ലേ പറയുന്നത്. അതെന്നെ പറഞ്ഞത്. ചില മുഫസ്സിരീങ്ങൾ അവിടെ എന്നാ ദുന്യാവിലെ കാര്യമായിരിക്കും അവർ പറഞ്ഞത്. ദുന്യാവിലെ കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവര് പിന്നെ ഈ ബിംബങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നതാണ് ആ പറയുന്നത് എന്ന് ചിലര് പറഞ്ഞു. പക്ഷെ അധികം മുഫസ്സിരീങ്ങളും അങ്ങനെയല്ല, മറിച്ച് ആഖിറത്തിലെ ഖിയാമത്ത് നാളിലൊക്കെ തന്നെ എന്ന് പറഞ്ഞു. ഇതിൽ ശരിയേതാ? ആ രണ്ടും അവരുടെ ഉദ്ദേശം മൊത്തത്തിലാണ്. കാരണം അതുകൊണ്ട് തന്നെ അള്ളാഹ് പറഞ്ഞത് ഇത് കളിയാക്കുകയാണെന്നേ. ആഖിറത്തിൽ തന്നെ വിശ്വാസമില്ല അവർക്ക്. പിന്നെ ചോദിക്കുമ്പോ ആളെ മക്കാറാക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നല്ലാതെ എന്താ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് അള്ളാഹു കളിയാക്കുക, തമാശാക്കുക എന്ന് പറഞ്ഞത്. പിന്നെ ഈ ആയത്തിൽ പറയുന്നത് ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവര് ഞങ്ങൾ അള്ളാഹിന്റെ അടുത്ത് ശഫാഅത്ത് ചെയ്യും എന്ന്. അപ്പോ ശഫാഅത്ത് ചെയ്യുന്നു അതുപോലെ തന്നെയല്ലേ ഇപ്പൊ നമ്മളും പറയണെന്നാണ്. അപ്പൊ നോക്കൂ, അതിന് മറുപടി ഒക്കെ നേരത്തെ പറഞ്ഞതിലുണ്ടെങ്കിലും ഈ ആയത്തിൽ തന്നെ അതിന്റെ മറുപടി വരുന്നത് നോക്ക്. ഖുൽ അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർളി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ എന്ന്. ഖുൽ, നബിയെ തങ്ങൾ പറയുക, അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർളി, അള്ളാഹ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ, അള്ളാഹുവിന് നിങ്ങൾ അറിയിക്കുകയാണോ, പറഞ്ഞു കൊടുക്കുകയാണോ? ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർളി, ആകാശങ്ങളിലോ ഭൂമിയിലോ അള്ളാഹ്ക്ക് അറിയാത്ത ഒരു കാര്യത്തെ നിങ്ങൾ അള്ളാഹുവിന് പറഞ്ഞു കൊടുക്കുകയാണോ? സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനെ തൊട്ട്, അവർ ശിർക്ക് വെക്കുന്നതിനെ തൊട്ട് പരിശുദ്ധനാകുന്നു എന്ന്. അപ്പൊ അള്ളാഹ്ക്ക് അറിയാത്ത കാര്യമാണ് ഇപ്പൊ ബരി പറഞ്ഞെന്നായി പറഞ്ഞത്. അള്ളാഹിന്റെ അടുത്ത് ശഫാഅത്ത് ചെയ്യുന്നവരുണ്ട് എന്ന കാര്യം അള്ളാഹ്ക്ക് അറിയാത്തതാണോ? അല്ല. അത് അള്ളാഹു പല ആയത്തുകളിലൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹിന്റെ അടുത്ത് ശഫാഅത്ത് ചെയ്യുന്നവരുണ്ട് എന്ന്. പിന്നെ ഹദീസുകളിലും വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ മൊത്തം ശഫാഅത്ത് ചെയ്യുക എന്നത് അള്ളാഹ്ക്ക് അറിയാത്തതാവാൻ പറ്റില്ല. പിന്നെന്താ? പിന്നെ ഒന്നുകിലാവേണ്ടത് ഈ ബിംബങ്ങൾ ശഫാഅത്ത് ചെയ്യും എന്നതാണ്. അത് അള്ളാഹ്ക്ക് അറിയാത്ത കാര്യമാണ്. അതാണ് ആ പറയുന്നത്. അതല്ലെങ്കിൽ അള്ളാഹിന്റെ അടുത്ത് ശഫാഅത്ത് ചെയ്യുന്നവർ തന്നെ ശഫാഅത്ത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടെ ആവുള്ളൂ. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹിന്റെ അടുത്ത് അള്ളാഹിന്റെ സമ്മതം കൂടാതെ ആർക്കും ശഫാഅത്ത് ചെയ്യാൻ പറ്റില്ല. സമ്മതം കൊടുക്കണം അള്ളാഹു, അപ്പൊ ശഫാഅത്ത് ചെയ്യും. ആ ശഫാഅത്തിന് ഫലം ഉണ്ടാവും. എന്നാൽ അത് അള്ളാഹ് അറിയാത്തതല്ലല്ലോ. അപ്പൊ പിന്നെ ഇവര് ഇവിടെ പറയുന്നത് അള്ളാഹ്ക്ക് അറിയാത്തൊരു വിഷയം. അതെന്താണ്? ഖുർത്തുബി നോക്ക്, മറ്റു തഫ്സീറുകളിലും കാണാം, ഐ അതുഖ്ബിറൂനല്ലാഹ്, അള്ളാഹുവിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ, അന്നലഹു ശരീകൻ ഫീ മുൽക്കിഹി, അവന്റെ അധികാരത്തിൽ തന്നെ, അവന്റെ മുൽക്കിൽ തന്നെ അവന് ശരീക്കുണ്ട്, പങ്കുകാരുണ്ട്. ഔ ശഫീഅൻ ബിഗൈരി ഇദ്നിഹി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സമ്മതം കൂടാതെ ശഫാഅത്ത് ചെയ്യുന്നവരുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? വല്ലാഹു ലാ യഅലമു ലിനഫ്സിഹി ശരീകൻ ഫിസ് സമാവാതി വലാ ഫിൽ അർള്, അള്ളാഹ്ക്ക് അങ്ങനെ ഒരു ശരീക്കിനെ അറിഞ്ഞുകൂടാ. ലിഅന്നഹു ലാ ശരീക ലഹു, കാരണം അള്ളാഹ്ക്ക് ശരീക്കില്ല.
ശരീക്കുണ്ടെങ്കിൽ അള്ളാഹ് അറിയേണ്ടതാണ്. അള്ളാഹുവിന് ശരീക്കില്ല. അപ്പൊ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയുമല്ലോ. അള്ളാഹുവിന് ശരീക്കില്ല എന്ന് അള്ളാഹ്ക്ക് അറിയാം. പക്ഷെ നിങ്ങൾ പറയുന്നത് അള്ളാഹ്ക്ക് ശരീക്കുണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമ്മതം കൂടാതെ തന്നെ കാര്യങ്ങൾ നടത്തി തരാനുള്ള ആളുകൾ ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ആ ശുഫആന്റെ അർത്ഥം എന്തല്ല? നമ്മൾ പറയുന്ന ശുഫആ അല്ല, അള്ളാഹുവിന്റെ സമ്മതപ്രകാരമുള്ള മഹാന്മാരുടെ ശഫാഅത്തല്ല, അതുപോലെയുള്ള ശഫാഅത്തല്ല, ബിഗൈരി ഇദ്നിഹി ആയ ശഫാഅത്താകുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായി ആ ആയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ ഇത് ഞാനിപ്പോ പറഞ്ഞത് ഖുർത്തുബിയിലുണ്ട്. അതുപോലെ തന്നെ ഷൗക്കാനിക്ക് ഫത്ഹുൽ ഖദീർ എന്ന് പറഞ്ഞിട്ട് ഷൗക്കാനിക്ക് ഒരു തഫ്സീർ ഉണ്ട്. അതിൽ പറയാണ് വൽ മഅന അതുഖ്ബിറൂനല്ലാഹ അന്ന ലഹു ശുറകാഅ ഫീ മുൽക്കി. കേട്ടോ, വഹാബികളുടെ നേതാവാണ് ഈ പറയുന്നത്. അള്ളാഹുവിന് അവന്റെ മുൽക്കിൽ തന്നെ ശുറക്കാ ഉണ്ട് എന്ന് നിങ്ങൾ അള്ളാഹ്ക്ക് പഠിപ്പിക്കുകയാണോ? യുഅ്ബദൂന കമാ യുഅ്ബദു, അള്ളാഹിനെ ആരാധിക്കുന്നത് പോലെ അവരെ ആരാധിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന് പല അധികാരത്തിലും അള്ളാഹുവിന് ശരീക്കുണ്ട്, പങ്കുകാരുണ്ട്. ഔ അതുഖ്ബിറൂന അന്ന ലക്കും ശുഫആഅ ബിഗൈരി ഇദ്നിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സമ്മതം കൂടാതെ ശഫാഅത്ത് ചെയ്യുന്നവരുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണോ എന്നാണ്. അത് ഫത്ഹുൽ ഖദീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉണ്ട്. അതുപോലെ ഏകദേശം ഈ മാന തഫ്സീർ റാസിയിൽ കാണാം. എവിടെ? സൂറത്തുൽ അഹ്ഖാഫിലെ ആദ്യത്തെ 2-3 ആയത്തുകൾ ഉണ്ടല്ലോ, ആ ആയത്തുകളുടെ വ്യാഖ്യാനത്തിലും ഈ നിലക്കുള്ള വ്യാഖ്യാനം കാണാം. ബിഗൈരി ഇദ്നിഹി എന്നാണ്. അപ്പോ അതല്ല നമ്മുടെ വിശ്വാസം, അങ്ങനെയല്ല. നമ്മുടെ വിശ്വാസം പിന്നെ എന്താണ്? അള്ളാഹുവിന്റെ സമ്മതപ്രകാരം, അതിന് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ സമ്മതപ്രകാരമുള്ള ശഫാഅത്ത് മാത്രമേ നടക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ നാം സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും അവരുടെ മഹത്വത്തെ അത് നേടാൻ നാം ഉപയോഗപ്പെടുത്തുന്നതും എന്ന്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരായത്താണ് സൂറത്തുൽ അഅറാഫിൽ. അതുകൂടി പറഞ്ഞ് നമുക്ക് ആ വിഷയങ്ങൾ അവസാനിപ്പിക്കാം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും ഫദ്ഊഹും ഫല്യസ്തജീബൂ ലക്കും ഇൻ കുൻതും സ്വാദിഖീൻ. നോക്ക്, സൂറത്തുൽ അഅറാഫിലെ ആയത്ത് 191 എന്റെ ഓർമ്മ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, നിങ്ങൾ ആരാധിക്കുന്ന ഈ വസ്തുക്കളൊക്കെ നിങ്ങളെപ്പോലെയുള്ള അടിമകളാവുന്നു, നിങ്ങളെപ്പോലെയുള്ള അടിമകളാവുന്നു. ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകളാകുന്നു. അപ്പോ ഇവര് ബിംബങ്ങളല്ല, യഥാർത്ഥത്തിൽ ഔലിയാക്കന്മാരെയാണ് വിളിക്കുന്നത് എന്ന്. അപ്പൊ അങ്ങനെയുള്ള ഔലിയാക്കന്മാരെ വിളിക്കുന്നതൊക്കെ തെറ്റാണ് എന്ന് അതിന് തെളിവാക്കുന്നതാണത്. ഇബാദ് എന്നല്ലേ പറഞ്ഞത്? നിങ്ങളെപ്പോലെയുള്ള അടിമകളാവുന്നു. അതുകൊണ്ട് ഫദ്ഊഹും, അവരൊന്ന് വിളിച്ചു നോക്ക്, ആരാധിച്ചു നോക്ക്. ഫല്യസ്തജീബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യണ്ടോ നോക്ക്. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. അപ്പൊ നമ്മളെ പോലത്തെ അടിമകളായ മുഹീദ്ദീൻ ശൈഖ് ആയാലും ശരി, പിന്നെ ബദരീങ്ങളായാലും ശരി, അവരൊന്നും വിളിക്കാൻ പറ്റില്ല, വിളിച്ചാൽ ഉത്തരം ചെയ്യില്ല എന്ന്. അപ്പോ ഈ പറഞ്ഞത് മക്ക മുശ്രിക്കീങ്ങൾ വിളിക്കുന്നതും യഥാർത്ഥത്തിൽ ആരെയാകുന്നു? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരൊക്കെ ആയിരുന്ന ആളുകളെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്ന ആയത്താത്. ഈ ആയത്തിന് എന്താ മറുപടി? ഈ ആയത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താ? ആ ആയത്ത് സൂറത്തുൽ അഅറാഫിലെ ആയത്ത് ഇത് തൊട്ടടുത്ത് അള്ളാഹ് ചോദിക്കുന്നത് അലഹും അർജുലുൻ യംശൂന ബിഹാ, നിങ്ങൾ ഈ വിളിക്കുന്ന ഈ ആളുകൾക്ക് കാലുണ്ടോ നടക്കുന്ന? അം ലഹും ഐദിൻ യബ്തുശൂന ബിഹാ, അവർക്ക് പിടിക്കാനുള്ള കൈയുണ്ടോ? അം ലഹും അഅയുനുൻ യുബ്സിറൂന ബിഹാ, അവർക്ക് കാണാനുള്ള കണ്ണുണ്ടോ? അം ലഹും ആദാനുൻ യസ്മഊന ബിഹാ, കേൾക്കാനുള്ള കാതുണ്ടോ എന്നാണ്. അപ്പോ മഹാന്മാരാകുമ്പോ കയ്യും കാലൊക്കെ ഉണ്ടാവൂലേ? അപ്പൊ മഹാന്മാരല്ല, കയ്യും കാലും കണ്ണുമില്ലാത്തവരെയാണ് അവർ വിളിക്കുന്നത്, അവരാരാധിക്കുന്നത്. ആരാധന ആർക്കാലും പറ്റില്ല. പക്ഷെ ഇവിടെ ഈ പറഞ്ഞത് മക്ക മുശ്രിക്കീങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ചാണ്. അവർ ആരാധിച്ചത് മഹാന്മാരെ അല്ല, അവർ മഹാന്മാരെ ആരാധിച്ചിട്ടില്ല, മഹാന്മാരെ സംബന്ധിച്ച് അവർക്ക് അറിയില്ല. അവര് ബിംബങ്ങളെ തന്നെയാണ് ആരാധിക്കുന്നത്. അവിടെ ആരാധന ആർക്കും പറ്റില്ല, അത് വേറെ കാര്യം. അപ്പോ അവര് ചെയ്തത് നമ്മൾ ചെയ്യുന്നതിനെ തുല്യമാക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ആയത്ത്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇബാദുൻ അംസാലുക്കും എന്ന് പിന്നെ എന്തെന്ന് പറഞ്ഞു? അത് ബിംബങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. പിന്നെന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇബാദുൻ അംസാലുക്കും എന്ന് പറഞ്ഞാല് നിങ്ങളെപ്പോലെയുള്ള
പിന്നെ അള്ളാഹുവിന്റെ മംലൂക്കുകളാകുന്നു, അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്നു എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഹും അംലാകുല്ലി റബ്ബിക്കും കമാ അൻതും ലഹു മമാലീക്. നിങ്ങൾ അള്ളാഹുവിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള അടിമകളായതുപോലെ ആ വസ്തുക്കളൊക്കെ തന്നെയും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാകുന്നു, അള്ളാഹുവിന്റെ ഉടമാവകാശത്തിന്റെ കീഴിലാവുന്നു, അള്ളാഹുവിന്റെ തെർബിയത്തിന്റെ കീഴിലാവുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അവകൾക്കൊന്നിനും കഴിയില്ല. പിന്നെ ആ അർത്ഥത്തിനാണ് ഇബാദ് എന്ന് പറഞ്ഞത്. അല്ലാതെ ഏതല്ല, മഹത്തുക്കളായ അടിമകളാണ് എന്ന അർത്ഥത്തിനല്ല, അള്ളാഹുവിന്റെ മഖ്ലൂഖാണ് എന്ന അർത്ഥത്തിനാകുന്നു എന്ന്. പിന്നെ ചില പണ്ഡിതന്മാര്, ചില റാജി പോലത്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താ ഇബാദ് എന്ന് തന്നെ പ്രയോഗിച്ച് വേറെ ചിലടത്ത് ഹും എന്നുള്ള മീറൊക്കെ മടക്കിയിട്ടുണ്ട്. അത് എന്താ പറഞ്ഞത്? വഫീഹി സുആലുൻ വഹു അന്നഹു കൈഫ യഹ്സുനു വസ്ഫുഹാ ബിഅന്നഹാ ഇബാദുൻ മഅ അന്നഹാ ജമാദാത്തുൻ എന്നത് അതിന് മറുപടി അത് പല രൂപത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, അന്നൽ മുശ്രിക്കീന ലമ്മദ്ദഉ അന്നഹാ തദുറു വതൻഫഉ. കണ്ടോ, ഈ ബിംബങ്ങൾ ഉപകാരവും ഉപദ്രവവും ചെയ്യും എന്ന് മുശ്രിക്കീങ്ങൾ വാദിച്ചപ്പോൾ, അവർ വിശ്വസിച്ചപ്പോൾ, അവരുടെ വിശ്വാസം വജബ അൻ യഅ്തഖിദു ഫീഹാ കൗനഹാ ആഖിലതൻ വഫാഹിമ, അവരുടെ വിശ്വാസം അതിന് ബുദ്ധിയും തന്റെ ഇടം ഉണ്ട് എന്നാ. അപ്പോഴല്ലേ ഉപകരിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ കഴിയുമെന്ന് മനസ്സിലാക്കുക. അതിന്റെ ലാസിമാണത്. അപ്പോ അവരുടെ ആ വിശ്വാസം അനുസരിച്ച് കൂടി വന്നാൽ നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമല്ല, നിങ്ങളെപ്പോലത്തവർ എന്തിനാ നിങ്ങൾ ആരാധിക്കുന്നത്? കൂടി വന്നാൽ നിങ്ങളുടെ വാദം അനുസരിച്ച് വന്നാൽ പോലും എന്താ വരിക? അവരുടെ അതിലേക്ക് ഇറങ്ങി വാദത്തിന് വേണ്ടി സമ്മതിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഇറങ്ങി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇനി അറിയും ബുദ്ധിയും തന്റെ ഇടമൊക്കെ ഉണ്ട് എന്ന് വന്നാൽ പോലും ഏറി വന്നാൽ നിങ്ങളെപ്പോലല്ലേ ആവുള്ളൂ. നിങ്ങൾക്ക് നിങ്ങൾ ആരാധിക്കുന്നില്ലല്ലോ, നിങ്ങൾ ആരാധിക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് പരസ്പരം കഴിവില്ല, ഒരാൾക്കുള്ളതിൽ കൂടുതൽ മറ്റേ ആൾക്ക് കഴിവില്ല എന്ന് നിങ്ങൾക്കറിയാം. ഈ ബിംബങ്ങൾക്ക് നൽകുന്ന പലതും നിങ്ങൾ ഇവർക്ക് നൽകുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് നൽകുന്നില്ല. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവരെ ആരാധിക്കുന്നത് എന്ന് അവരുടെ വിശ്വാസത്തിലേക്ക് അതിനെ വാദത്തിന് വേണ്ടി സമ്മതിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്ന് ഒരു മറുപടി എന്ന് റാസി പറഞ്ഞിട്ടുണ്ട്. വേറെയും പല മറുപടികളും മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറുപടി അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഫലാ ജറമ വറദത്ത് ഹാദിഹിൽ അൽഫാലു അലാ വിഫ്ഖി മുഅ്തഖദാതിഹിം എന്ന് അവരുടെ ആ വിശ്വാസം ആദർശപ്രകാരം പറഞ്ഞതാണ്. ഇബാദുൻ അംസാലുക്കും മുമാസിലത്തുല്ലക്കും ലാക്കിൻ ലാ മിൻ മഖ്ലൂഖുകളാകുന്നു, നിങ്ങളെപ്പോലെ തന്നെ, എന്നാൽ എല്ലാ രൂപത്തിലുമല്ല, ചില രൂപത്തിൽ. ബൽ മിൻ ഹൈസു ഇന്നഹാ മംലൂകത്തുൻ ലില്ലാഹി അസ്സ വജല്ല മുസഖറത്തുൻ ലിഅംരിഹി ആജിസത്തുൻ അൻ നഫ്ഇ വല്ലറരി. നിങ്ങളെപ്പോലെ അള്ളാഹുവിന്റെ ഇറാദത്തിന്, അവന്റെ ഉദ്ദേശത്തിന് കീഴ്പ്പെട്ട, അവന്റെ തെർബിയത്തിന് കീഴ്പ്പെട്ട മംലൂക്കായ അടിമകളായ വസ്തുക്കൾ മാത്രമാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അബു സുഊദ് وتشبيهها بهم في ذلك مع كون عجزها أنهما أظهر وأقوى من عجزهم إنما هو لاعترافهم بعجز أنفسهم وادعائهم لقدرتها عليهما. എന്ന് വെച്ചാല് ഇത് هو الذي يدعوهم إلى عبادتها والاستعانة بها. മുശ്രിക്കീങ്ങളുടെ വിശ്വാസം അനുസരിച്ച് തങ്ങളെക്കാളും കഴിവുള്ളവരാണ് ഇവര്. അതുകൊണ്ടാണല്ലോ അവരോട് പ്രാർത്ഥിക്കുന്നത്, അവരോട് ചോദിക്കുന്നത്, അവർക്ക് ആരാധിക്കുന്നത്. അപ്പൊ തങ്ങളെക്കാൾ കഴിവ് അറ്റിങ്ങൾക്കുണ്ട് എന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. ആ നിലക്കാണ് പറഞ്ഞത് എന്ന് അബൂ സഊദിലും കാണാം. അങ്ങനെ ഒരുപാട് മൊത്തത്തിൽ ആ പറഞ്ഞതൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ എന്താണ്, നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ മക്ക മുശ്രിക്കീങ്ങൾ ഒരിക്കലും തന്നെ യഥാർത്ഥത്തിൽ നാം വിശ്വസിക്കുന്ന അള്ളാഹുവിലോ ആ വിശ്വസിക്കേണ്ട രൂപത്തിലോ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ലെന്നും, മറിച്ച് വളരെ വികലവും വളരെ നിരർത്ഥകവുമായ ചില ധാരണകളും ചില തമാശകളുമായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നല്ലാതെ അവർക്ക് ഒരു നിലക്കുള്ള വിശ്വാസവുമില്ല. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മേൽ ഇറങ്ങിയ ആയത്തുകളെ ആ വിശ്വാസമുള്ളവർ ഇനി ലോകത്ത് എന്ന് വന്നാലും അവരുടെ മേൽ ബാധിക്കും. അങ്ങനെയാണ്. അതിനി വേറെ ആർക്കും പറയാൻ പറ്റില്ല എന്നല്ല നമ്മൾ പറയുന്നത്. ആ വിശ്വാസം ആ ആദർശത്തിലായാൽ അവർക്ക് ബാധിക്കും.
ലോകത്ത് ഇന്ന് എവിടൊക്കെ ആ രൂപത്തിൽ വിശ്വസിക്കുന്നവരുണ്ടോ അവർക്ക് ബാധിക്കും, അല്ലാത്തവർക്ക് അത് ബാധിക്കില്ല, അല്ലാത്തവരുടെ മേൽ അത് വെച്ച് കെട്ടാൻ പറ്റുകയില്ല എന്ന്. അത് വെച്ച് കെട്ടുന്നത് തനിയ വലിയ അത് ഖവാരിജിന്റെ സ്വഭാവമാണ്. സഹീഹുൽ ബുഖാരി അതിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു മുഅ്മിന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇമാം റാസി സൂറത്തുൽ അഹ്ഖാഫിന്റെ വ്യാഖ്യാനത്തിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. വതിൽക സിഫാത്തുല്ലതി തഖയ്യലുഹാ ഫി അസ്നാമിഹിം, അവരുടെ ബിംബങ്ങളെ സംബന്ധിച്ച് അവർ വിചാരിച്ച ആ വിശേഷണങ്ങൾ എന്താണ്? അന്നഹാ തളുറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി, അത് ഉപകാരം ചെയ്യും, ഉപദ്രവവും ചെയ്യും, ശഫാഅത്തും ചെയ്യും, യാതൊരു അള്ളാഹുവിന്റെ സമ്മതം കൂടാതെ അതൊക്കെ ചെയ്യും എന്ന് അവരിങ്ങനെ ഊഹിച്ചു വെച്ച ആ വിശ്വാസങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ നിലക്ക് ബിംബങ്ങളെ സംബന്ധിച്ച് പറയാൻ അള്ളാഹുവിനെ പ്രേരിപ്പിച്ചത് എന്ന് നേരത്തെ പറഞ്ഞ അതിനെ ഒന്നുകൂടി ശരിവെക്കുന്ന ഉദ്ധരണിയാണത്. എന്നാൽ നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി പറഞ്ഞു സൂറത്തു ദുഖാനിൽ, വലാ യംലികു അല്ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅ ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന വസ്തുക്കളൊന്നും ഷഫാഅത്തിനെ ഉടമയാക്കുന്നില്ല, അവർക്കൊന്നും ഷഫാഅത്തിന് അവകാശമില്ല. ആരൊഴികെ? ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് സാക്ഷ്യം വഹിച്ച ആളുകൾ ഒഴികെ, വഹും യഅലമൂൻ, യഥാർത്ഥത്തിലുള്ള വിജ്ഞാനവുമുള്ള ആളുകൾ ഒഴികെ. അതാരാണ്? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ. മഹാനായ ഇമാം തബരി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, വഔലൽ അഖ്വാലി ഫീ ദാലിക ബിസ്സവാബ്, ഈ അഭിപ്രായങ്ങളിൽ നിന്ന് ഏറ്റവും യാഥാർത്ഥ്യത്തോട് യോജിച്ചത് വലാ യംലികു അല്ലദീന യദ്ഊന അല്ലദീ യദ്ഊ ഖുറൈശുൻ വസായിറുൽ അറബി മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ ഈ ഖുറൈശികളും മറ്റ് അറബികളും ഒക്കെ ശിർക്ക് വെക്കുന്ന ഈ ആരാധിക്കുന്ന വസ്തുക്കൾ അവർ മിൽക്കാക്കുകയില്ല. എന്ത് മിൽക്കാക്കുകയില്ല? വഫീഹിം, അവരുടെ കൂട്ടത്തിലുണ്ട് അൽ മലായിക്കത്തു, മലക്കുകളുണ്ട്, വ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്, വ ഉസൈർ ഉണ്ട്, അവരൊക്കെയുണ്ട്. അവരൊന്നും മിൽക്കാക്കുകയില്ല. എന്തിനെ? ഷഫാഅത്തിനെ മിൽക്കാക്കുകയില്ല. കമാ ഖാല തആല, ആരൊഴികെ? സുമ്മസ്തസ്നാ ജല്ല സനാഉഹു, അവർക്കൊന്നും അതിന് അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അതിൽ നിന്ന് തന്നെയാണ് ഇസ്തിസ്ന ചെയ്യുന്നത്. ലോകത്ത് ആരൊക്കെ ആരാധിക്കുന്നുണ്ടോ അവരിൽ നിന്നും ആരും തന്നെ ഷഫാഅത്തിനെ ഉടമയാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ വഹുമുല്ലദീന യശ്ഹദൂന ശഹാദത്തുൽ ഹഖ് ഫയുവഹിദൂന അല്ലാഹ വയുഖ്ലിസൂന ലഹു അൽ വഹ്ദാനിയ്യ അലാ ഇൽമിൻ മിൻഹും വയഖീനിൻ ബിദാലിക അന്നഹും യംലികൂന അശ്ശഫാഅത ഇൻദഹു ബിഇദ്നിഹി ലഹും ബിഹാ. അല്ലാഹുവിന്റെ സമ്മതപ്രകാരം തങ്ങൾക്ക് ഷഫാഅത്ത് ഉടമയായി കിട്ടും എന്ന അറിവോടുകൂടെ വഹ്ദാനിയത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ച മഹത്തുക്കൾ ഒഴികെ അവർക്കുണ്ട് ഷഫാഅത്ത് എന്നാണ് ആ പറഞ്ഞത്. കമാ ഖാല ജല്ല സനാഉഹു വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതള എന്ന് പറഞ്ഞിട്ട് മൂപ്പര് തന്നെ പറയാ, തഫ്സീർ തബരി തന്നെ പറയാ, ഫഅസ്ബത ജല്ല സനാഉഹു, അല്ലാഹു തആല സ്ഥിരീകരിച്ചു ലിൽ മലായികത്തി, മലക്കുകൾക്ക്, വ ഈസാ നബിക്ക്, വ ഉസൈർ എന്നവർക്ക് എന്തിനെ സ്ഥിരപ്പെടുത്തി? മിൽക്കഹും മിനശ് ശഫാഅത്തി, അവര് മിൽക്കാക്കും ഷഫാഅത്തിൽ നിന്ന്, മാ നഫാഹു അനിൽ ആലിഹത്തി വൽ ഔസാൻ, ആലിഹത്ത് ബിംബങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞത് ഇവർക്കുണ്ട് എന്നുള്ള സ്ഥിരപ്പെടുത്തി കേട്ടോ. അപ്പൊ അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞവരെ നമ്മൾക്ക് പറ്റുള്ളൂ. അള്ളാഹു ഇല്ല എന്ന് ബിംബങ്ങൾക്ക് ബിംബങ്ങൾക്ക് എന്തൊന്നാണോ ഇല്ല എന്ന് പറഞ്ഞത് അത് ഷഫാഅത്താണ്. ആ ഷഫാഅത്തിനെ അള്ളാഹു ആർക്ക് ഇസ്ബാത്ത് ചെയ്യുന്നു, സ്ഥിരീകരിക്കുന്നു? മലക്കുകൾക്കും ഈസാ നബിക്കും. അപ്പോ മലക്കുകളെ ചില ആളുകൾ ആരാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് കിട്ടില്ല എന്നുള്ളൂ. മലക്കുകൾക്ക് എന്തിന് അവകാശമുണ്ട്? ഷഫാഅത്തിന് അവകാശമുണ്ട്. ഈസാ നബിനെ ഒരു കൂട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? ആരാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് കിട്ടില്ല എന്നേ ഉള്ളൂ. മുശ്രിക്കായ ഷഫാഅത്ത് കിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഷഫാഅത്തിന്റെ അവകാശം ആർക്കുണ്ട്? ഈസാ നബിക്കുണ്ട്. അത് വിശ്വസിച്ചിട്ട് ഈസാ നബിയെ ഷഫാഅത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ശിർക്കാവുകയുമില്ല. ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചിലർ ആരാധിച്ചിട്ടുണ്ട്, അള്ളാന്റെ മോനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറയാൻ പാടില്ല. പക്ഷെ അവർക്ക് ഷഫാഅത്തിന് അവകാശമുണ്ട്. ഷഫാഅത്ത് ചെയ്യാനും ഈ നിലക്കുള്ള ഷർത്തുണ്ട്. അതുപോലെ ഷഫാഅത്ത് കിട്ടണമെങ്കിലും മൂമിനാവണം എന്ന്. ഇത് തബരിയിലാണ്. ഇതുപോലെ ഷൗക്കാനും പറഞ്ഞിട്ടുണ്ട്, സാദുൽ മസീറിൽ ഇബ്നുൽ ജൗസിയും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശമൊക്കെ വ്യക്തമായിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇപ്പോ ഇനി പ്രധാനപ്പെട്ടത് ഇനിപ്പോലെ ചോദ്യത്തിന് ഉത്തരമൊക്കെ ഉണ്ടെങ്കിലേ പറയേണ്ടതുള്ളൂ. ഏതായിരുന്നാലും ശരി, ഈ സമയം കുറേ വൈകിയത് കൊണ്ട് ഞാനിന്ന് വല്ലാതെ ഇനിയിപ്പോൾ കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് പോരാ. ഒരു കുറച്ച് അത്യാവശ്യം പറഞ്ഞതിലുള്ള ഇത് നമുക്കിന്ന് പറയാം. ഇൻഷാ അള്ളാഹ് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത്, കൂടുതൽ സംസാരിക്കാൻ ഇനി വയ്യ, അടുത്ത തിങ്കളാഴ്ച അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താക്കാം, ഒരു പ്രധാനമായി ചോദ്യോത്തരത്തിനുള്ള അവസരം തന്നെ ആക്കാം. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വിട്ടുപോയത് കൂടി പറയണമെങ്കിൽ പറഞ്ഞിട്ട് ഒരു അരമണിക്കൂറെങ്കിലും, ഒരു 9:30 മുതൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ചോദ്യോത്തരത്തിനുള്ള അവസരം തന്നെ ആക്കാം. മൊത്തത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും ഇനിയിപ്പോൾ അങ്ങനെ വിശദീകരിക്കേണ്ടത് വന്നാൽ കൂടുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് തിങ്കളാഴ്ച അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട വിഷയങ്ങൾ അന്നേക്ക് മാറ്റാം. അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞതിൽ മനസ്സിലാകാത്തതോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഇന്ന് ചോദിക്കാം. ഇനി അല്ലാത്ത ചോദിച്ചാൽ നീട്ടിപ്പറയേണ്ടതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറ്റിവെക്കും എന്ന് ഉണർത്തി ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമുക്ക് ഫലപ്രദമാക്കി തരുമാറാവട്ടെ. യഥാർത്ഥത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.